കെട്ടിടത്തിൻ്റെ വലിപ്പവും മറ്റും ഞാനിവിടെ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് ഇന്ന് ലഭിക്കുന്ന മോഡൽ ഇത് തന്നെയായിരുന്നു എന്ന് തീർത്തു പറയാൻ ഒക്കത്തില്ല. മോസ്റ്റ് സക്സസ് ഇന്ന് നമുക്ക് ലഭിക്കുന്നതിൽ ഇതുപോലെ ഇരുന്നു എന്ന് കരുതാവുന്ന ഒരു മോഡലും കൂടെയാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. ഇതിൻ്റെ നീളം 60 മുഴം, അതിനകത്ത് യാതൊരു കാര്യവുമില്ല. ഒരു മുഴമെന്ന് പറഞ്ഞാൽ 18 ഇഞ്ചാണ് എന്നൊരു കണക്കുണ്ട്. 20.4 ഇഞ്ചാണ് എന്ന് വേറൊരു കണക്കുണ്ട്. ഇതിലേതാ ശരിയെന്ന് പറയാനും കറക്റ്റ് നമുക്കറിയാൻ വയ്യ. സാധാരണ ബൈബിളിലെ മുഴത്തെ 18 ഇഞ്ചായിട്ടാണ് ഇന്ന് എടുക്കാറുള്ളത്. അങ്ങനെയാണെങ്കിൽ 90 അടി നീളവും 30 അടി വീതിയും 45 അടി ഉയരവുമുള്ളതായ ഒരു കെട്ടിടമായിരുന്നു ശലോമോൻ്റെ കൂടാരം, ശലോമോൻ്റെ ദേവാലയം. 1.5 ലക്ഷത്തോളം ആളുകൾ 10 വർഷം 7 വർഷം ജോലി ചെയ്തിട്ടാണ് ഈ ദേവാലയം കംപ്ലീറ്റ് ചെയ്തത്. ഭൂമിയിലുള്ള എല്ലാ നല്ല ചെത്തുപണിക്കാരും കൊത്തുപണിക്കാരും അങ്ങനെയുള്ളവരെല്ലാം ഇതിനകത്ത് പങ്കെടുത്തിരുന്നു. യെരുശലേമിലുള്ള എല്ലാ പ്രഗത്ഭന്മാരും ഇതിനകത്ത് പങ്കെടുത്തു. ഹീരാം എന്നൊരാളിനെ കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നുണ്ട്. ഇന്നത്തെ വേദശാസ്ത്രികൾ കുറച്ചും കൂടെ ഗൗരവമായി നോക്കിയിട്ട് അതിനകത്ത് ഉപയോഗിച്ചിരിക്കുന്ന പ്രഷ്യസ് കല്ലുകൾ ഷേപ്പ് ചെയ്യാനും മറ്റും വെളിയിൽ നിന്ന് ആളുകളെ കൊണ്ടുവന്നിരുന്നതായി ചരിത്രരേഖകളുണ്ട്. ആളുകൾ കണക്കുകൂട്ടി നോക്കിയേച്ച് സിലോണിൽ മുതൽ ഉള്ള കലാകാരന്മാരെ ഒരുമിച്ച് ചേർത്ത് ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ കെട്ടിടമായി പണിതുയർത്തിയ കെട്ടിടമാണ്. ഒരു വശത്ത് ശലോമോൻ അതിന് കൊടുക്കാവുന്ന മുഴുവൻ കഴിവുകളും ഒരുപോലെ കൊടുത്തുകൊണ്ട് പൂർണ്ണ ഹൃദയത്തോടെ അത് ചെയ്തു. 2, ദൈവം നേരിട്ട് ദൈവത്തിൻ്റെ കൈകൊണ്ട് അതിൻ്റെ പ്ലാനുകളും കണക്കുകളും മോശയ്ക്ക് ദാവീദിന് വരച്ചു കൊടുത്തു, എഴുതി കൊടുത്തു എന്നാണ് ദാവീദ് പറയുന്നത്. ദൈവത്തിൻ്റെ കൈകൾ കൊണ്ട് നേരിട്ട് എഴുതിയ അളവുകളിൻ പ്രകാരം ലോകത്തിൽ ലഭിക്കാവുന്ന ഏറ്റവും മാന്യരായ ആളുകളെ കൊണ്ട് 1.5 ലക്ഷം പേരായിരുന്നു മലയിൽ കല്ല് വെട്ടുവാനും കല്ല് ചെത്തുവാനും മറ്റുമുണ്ടായിരുന്നത്. ഇങ്ങനെയൊക്കെ പണിതെടുത്ത ആലയം അവസാനം ഇതിൻ്റെ പ്രതിഷ്ഠ നടക്കുന്ന സമയത്ത് യഹോവയുടെ തേജസ് ആലയത്തിനകത്തേക്ക് ഇറങ്ങുകയും പുരോഹിതന്മാർക്ക് നിൽപ്പാൻ കഴിയാതെ വണ്ണം ദൈവത്തിൻ്റെ മഹത്വമേറിയ സാന്നിധ്യം കൊണ്ടത് നിറയുകയും പുരോഹിതന്മാരെ തറയിലേക്ക് ഞെക്കിക്കളയുകയും ചെയ്യുന്ന ദൈവിക കാബോധുകൊണ്ട് നിറഞ്ഞ ഒരാലയം. ഈ ആലയം പഴയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, ഇവിടെ വെച്ച് കഴിക്കുന്ന സകല പ്രാർത്ഥനകൾക്കും ഞാൻ മറുപടി തരും. പക്ഷെ എന്തൊക്കെ കാര്യങ്ങളാണ് പ്രാർത്ഥിക്കേണ്ടത് എന്നൊരു ഔട്ട്ലൈനുണ്ട്. ആ ഔട്ട്ലൈനാണ് ഇന്ന് എടുക്കാൻ പോകുന്നത്. നമ്മൾ പഴയ നിയമ ആലയത്തിൽ നിൽക്കുന്നില്ല. അതിനേക്കാൾ വലിയൊരാലയമാണ് യേശുവിൻ്റെ കാൽവറി. യുഗായുഗങ്ങൾക്ക് മുന്നമേ മുതൽ നിത്യനായ പിതാവിൻ്റെ പദ്ധതിക്കൊത്തവണ്ണം തൻ്റെ പുത്രനെക്കുറിച്ച് പ്രധാനപ്പെട്ട പ്രവാചകന്മാർ മുഴുവനെ കൊണ്ടും പറയിപ്പിച്ച് യഹൂദമതത്തിൽ മാത്രമല്ല ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങൾ, ഇതര മതങ്ങളിലും ക്രിസ്തുവിനെക്കുറിച്ചുള്ള പ്രവചനങ്ങളുണ്ട്. ക്രിസ്തുവിൻ്റെ അവതാരത്തെക്കുറിച്ചും മറ്റും ദൈവത്തെ കൊണ്ട് കഴിയുന്നതിൻ്റെ പരമാവധി തന്നെ പരസ്യപ്പെടുത്തി ഏറ്റവും അവസാനം ദൈവത്തിൻ്റെ സാദൃശ്യവും രൂപവും വെളിപ്പെടുത്തി പ്രദർശിപ്പിക്കപ്പെട്ട ദൈവ സാന്നിധ്യമെന്നറിയപ്പെടുന്ന, ഞാൻ പറഞ്ഞില്ല, പഴയ നിയമത്തിൻ്റെ ദേവാലയത്തിൻ്റെ കുറേ പ്രത്യേകതകൾ എടുത്തു പറഞ്ഞേച്ച് അതിനേക്കാൾ എത്രയോ വലിയതാണ് കാൽവറിയിൽ കാണുന്നത് എന്ന് പറയുകയാണ്. നിറഞ്ഞു നിൽക്കുന്ന ദൈവ സാന്നിധ്യമായി തന്നെ ഈ ഭൂമിയിൽ നടന്ന് പച്ചവെള്ളത്തിൻ്റെ മേൽ കാലുകൊണ്ട് നടന്നു കാണിച്ച് ആ പ്രകൃത്യാതീത അത്ഭുതങ്ങളെല്ലാം തെളിയിച്ച ശേഷം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവസന്നിധിയിൽ ക്രൂശിൻ്റെ മേലാക്കി തൂങ്ങിക്കൊണ്ട് ഇവിടെ വന്ന് തുടങ്ങുക എന്ന് പറഞ്ഞ് നമ്മെ പ്രാർത്ഥിക്കുവാൻ വേണ്ടി യേശുവിൻ്റെ ക്രൂശ് രീതിയിലാണ് പോകേണ്ടത് എന്ന ആശയത്തിലൂടെയാണ് ഇന്ന് അധികം യാത്ര ചെയ്യാനായി താല്പര്യപ്പെടുന്നത്. ദൈവിക കൈമാറ്റത്തിൻ്റെ ഇടമാണ് യേശുവിൻ്റെ ക്രൂശ്. പഴയ നിയമത്തിൽ ദേവാലയത്തിൽ വന്ന് വേണം ദൈവത്തോട് എന്തെങ്കിലും അപേക്ഷിക്കുവാൻ. ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും ഒരു യഹൂദൻ ദേവാലയത്തിൽ വന്നിരിക്കണം. ഭൂമിയുടെ ഏതു ഭാഗത്ത് വസിച്ചാലും, മറക്കരുത്, ഭൂമിയുടെ ഏതു ഭാഗത്ത് വസിച്ചാലും ഒരു വർഷത്തിൽ 3 പ്രാവശ്യമെങ്കിലും അവർ ദേവാലയത്തിൽ വന്നിരിക്കണം, ദൈവത്തെ അന്വേഷിച്ചിരിക്കണം എന്നത് അന്നത്തെ പ്രമാണമാണ്. ഇന്നത്തേതുപോലെ യാത്രാ സൗകര്യങ്ങളുള്ള കാലമല്ല. ഒരുപക്ഷെങ്കിൽ ഭൂമിയുടെ വിദൂരമായ ഒരു ഭാഗത്ത് വസിക്കുന്ന ഒരാളിന് 3 പ്രാവശ്യം ശീലോവിലുള്ള യഹോവയുടെ ആലയത്തിൽ വരണമെങ്കിൽ, അല്ലെങ്കിൽ ശലോമോൻ്റെ ആലയത്തിൽ വരണമെങ്കിൽ വർഷം മുഴുവനും യാത്രയായിരിക്കും. അതുപോലെ ദുർഘടം പിടിച്ച കാലഘട്ടമാണ്. അന്നും അവിടെ വരണമെന്നത് നിർബന്ധമാണ്. ഒരു പുതിയ നിയമ ദൈവപൈതലിനെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിങ്കിൽ നിന്ന് എന്തെങ്കിലും പ്രാപിക്കണമെങ്കിൽ
ക്രൂശിൻ്റെ ചുവട്ടിൽ വന്നേ മതിയാകെയുള്ളൂ. ക്രൂശാണ് കൈമാറ്റത്തിൻ്റെ ഇടം. ക്രൂശാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടി പഴയ നിയമ ദേവാലയത്തെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നത്. ഗലാത്യ ലേഖനം 3:13-14 വാക്യങ്ങളിൽ മരത്തിന്മേൽ തൂങ്ങുന്നവനെല്ലാം ശപിക്കപ്പെട്ടവൻ എന്ന് എഴുതിയിരിക്കുന്നത് പോലെ ക്രിസ്തു നമുക്ക് വേണ്ടി ശാപമായി തീർന്നു. ന്യായപ്രമാണത്തിൻ്റെ ശാപത്തിൽ നിന്ന് വിലയ്ക്ക് വാങ്ങി. ഞാൻ ആ ഭാഗം തൊടുന്നില്ല. അബ്രഹാമിൻ്റെ അനുഗ്രഹം ക്രിസ്തുയേശുവിൽ ജാതികൾക്ക് വരേണ്ടതിന് നാം ആത്മാവെന്ന വാഗ്ദത്ത വിഷയം വിശ്വാസത്താൽ പ്രാപിപ്പാൻ തന്നെ. അനുഗ്രഹങ്ങളും ശാപങ്ങളും എന്നുള്ള വിഷയം ആഴത്തിൽ, നീളത്തിലും വീതിയിലും, ആഴത്തിലും ഉയരത്തിലും എല്ലാം ഇവിടെ എടുക്കുന്നതായതുകൊണ്ട് ആ ഭാഗവും വിശദീകരിക്കേണ്ട കാര്യമില്ല. ക്രൂശാണ് ദൈവിക കൈമാറ്റത്തിൻ്റെ ഇടമെന്ന് ഒന്ന് എടുത്തു പറയുവാൻ താല്പര്യപ്പെടുന്നു. കൊലോസ്യ ലേഖനം 2-ാം അധ്യായത്തിൻ്റെ 14-15 വാക്യങ്ങളിൽ ഈ ക്രൂശാണ് ശത്രുവിനെ കൊണ്ട് ആയുധം താഴെ വെപ്പിച്ചത്. എനിക്കും നിങ്ങൾക്കും വിരോധമായി പോരാടുവാൻ ഇന്ന് ശത്രുവിൻ്റെ കയ്യിൽ ഒരു ആയുധം കൊടുക്കാതെ ആയുധത്തെ താഴ്ത്തി വെപ്പിച്ചതായ യേശുവിൻ്റെ കാൽവറി ഇന്ന് നമുക്കായി ഉള്ളതിനാൽ ഇന്ന് പകൽക്കാലം ജയത്തിൻ്റെ ഉത്സവത്തോടെ മടങ്ങുവാൻ കർത്താവ് നമുക്ക് കൃപ തരും. അത് വാഴ്ചകളെ ആയുധവർഗം വെപ്പിച്ചു, അത് അധികാരങ്ങളെ ആയുധവർഗം വെപ്പിച്ചു. അവയുടെ മേൽ ഒരു അധികാരവുമില്ലാതെ ഒരു വലിയ ജയം കർത്താവ് നമുക്ക് തന്നതുകൊണ്ട് ഞാൻ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുന്നു. ഉൽപ്പത്തി പുസ്തകം 32-ാം അധ്യായം 27 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ ഒരുപാട് പ്രാവശ്യം എടുത്തു. എന്തുകൊണ്ടോ ഈ കഴിഞ്ഞ ഞായറാഴ്ച അത് എടുത്തതിനെ തുടർന്ന്, കഴിഞ്ഞ ഞായറാഴ്ചനെ തൊട്ടതാണ്, അതിനെ തുടർന്ന് ഈ ആഴ്ചയിൽ പല പ്രാവശ്യം ഈ ഭാഗമുണ്ട്. തൻ്റെ യാക്കോബ് ദൈവസന്നിധിയിൽ വരുന്നതും നിൻ്റെ പേരെന്തെന്ന് ചോദിക്കുന്നതും ഇന്നലെയും കർത്താവിൻ്റെ ദാസൻ അതിശക്തമായി അത് എടുത്തു. ചുരുക്കം ചില തിരുവചന ഭാഗങ്ങളെക്കുറിച്ച്, എല്ലാമല്ല, ചുരുക്കം ചില തിരുവചന ഭാഗങ്ങളെക്കുറിച്ച് ശ്രേഷ്ഠന്മാരായ മറ്റു ദൈവദാസന്മാരിൽ നിന്നും കേട്ട ആശയം ഞാൻ വീണ്ടും ദൈവസന്നിധിയിൽ ആവർത്തിച്ച് ചിന്തിച്ച് അതിനെക്കുറിച്ച് കൂടുതൽ പ്രിപ്പയർ ചെയ്ത് ദൈവസന്നിധിയിൽ പ്രസംഗിച്ചിട്ടുണ്ട്. എന്നാൽ നേരിട്ട് കർത്താവിങ്കിൽ നിന്ന് പ്രാപിച്ച് പ്രസംഗിച്ച ചില വിഷയങ്ങളുണ്ട്. അതിലൊന്നാണ് യാക്കോബിൻ്റെ പേരുമാറ്റം. നിന്നെ ഇസ്രയേൽ എന്ന് വിളിക്കുമെന്ന് പറഞ്ഞ് അദ്ദേഹത്തിൻ്റെ പേര് മാറുന്ന ചരിത്രം ഒരു ടോട്ടൽ സമൂല പരിവർത്തനത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നത് കൈമാറ്റത്തിന് വേണ്ടി വന്ന ദൂതൻ യാക്കോബുമായി മല്ലുപിടിച്ച കരച്ചിലിൻ്റെ മുമ്പിൽ താണ്ട നിനക്ക് തരികയാണെന്ന് പറഞ്ഞ് സ്വർഗീയ കൈമാറ്റം നടത്തുന്ന രംഗം കർത്താവ് എന്നെ വ്യക്തിപരമായി ഏൽപ്പിച്ചൊരു ദൂതാണ്. ആ ദൂത് കഴിഞ്ഞ 10-40 വർഷം ഞാനിവിടെ പ്രസംഗിക്കുകയുണ്ടായി. ഇതിൻ്റെ ഏറ്റവും ഒടുവിലായിട്ടൊരു ചിത്രം കാണിക്കണമെന്ന് ഞാൻ ഓർത്തായിരുന്നു. നമ്മളവിടം വരെ എത്തുമെന്നൊന്നും എനിക്കറിയാൻ വയ്യ. ഞാനിപ്പോഴങ്ങ് പറഞ്ഞേക്കാം. സെപ്റ്റംബർ മാസം എന്തോ ഒരു വിടുതലിൻ്റെ മാസമാണെന്ന് ഞാൻ പറഞ്ഞു. ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പേ 1973 പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞത്. അന്ന് മുതൽ ഒത്തിരി പ്രാവശ്യങ്ങളിൽ ഞാനത് അനുഭവിച്ചിട്ടുണ്ട്. 1984 ഇന്നലെ രാത്രിയിലാണ് ഞാൻ ആ സന്ദർഭം ഇരുന്ന് ഓർക്കുന്നത്. 1984 സിസ്റ്റർ മേരി കോവൂര് ആ സെപ്റ്റംബർ മാസത്തിൽ ഇവിടെ വന്നു. സെപ്റ്റംബർ മാസത്തിൻ്റെ എത്രാം തീയതി എന്ന് ഞാൻ ഓർക്കുന്നില്ല. 84 സെപ്റ്റംബറിൽ അന്ന് ആദ്യമാണ് മേരി കോവൂര് നമ്മുടെ ചർച്ചിൽ വരുന്നത്. അന്ന് വന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന കൂട്ടത്തിൽ പരിശുദ്ധാത്മാവിലൂടെ താൻ പറഞ്ഞ ഒരു വാചകം ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഞാനൊരു പടമൊക്കെ ഉണ്ടാക്കി ഇതിൻ്റെ ഒടുവിലും കണ്ടു കൊടുത്തിട്ടുണ്ട്. നമ്മൾ അവിടം വരെ എത്തുമോ എന്ന് എനിക്കറിയാൻ വയ്യ. പറഞ്ഞത് ഇങ്ങനെയാണ്: എണ്ണയില്ലാതെ, തിരിയില്ലാതെ, ചിമ്മിനിയില്ലാതെ, തീയില്ലാതെ കെട്ടുകിടന്ന ഒരു വിളക്കായിരുന്നു ഈ സഭ. അതിന് ഞാൻ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, തീ കത്തിച്ചു, ചിമ്മിനി വെച്ചു, കെടാതെ സൂക്ഷിച്ചു, അതിനെ വളർത്തിക്കൊണ്ടുപോവാ. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പേ എഗെയിൻ അതൊരു സെപ്റ്റംബർ ആയതുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് നമുക്ക് ചേർന്നൊരു സമർപ്പണം ദൈവസന്നിധിയിൽ എടുക്കണം. കർത്താവേ, അങ്ങ് ചെയ്തതിനായി സ്തോത്രം. എണ്ണയില്ലാതെ, തിരിയില്ലാതെ, ചിമ്മിനിയില്ലാതെ, തീയില്ലാതെ കിടന്ന ഒരു വിളക്കിനകത്ത് ഞാൻ ചെയ്യേണ്ടത് ചെയ്തു. അത് മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കടമയാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരു കർത്താവിൻ്റെ ദാസൻ, ഒരു രാജു ബ്രദർ എഴുതിയ ഒരു കൊച്ചു പാട്ടുണ്ട്. കാൽവറി ക്രൂശിൽ കത്തിയ ദീപം, ക്രൂശുമായി കണക്ട് ചെയ്താൽ കാൽവറി ക്രൂശിൽ കത്തിയ ദീപം, നൂറ്റാണ്ടുകളായി കത്തുന്ന ദീപം, അണയാതെ ഞങ്ങൾ സൂക്ഷിക്കും, അത് തലമുറകൾക്കായി കൈമാറും. ഞാൻ ഇന്ന് രാവിലെ സുനിൽ പാസ്റ്ററോട് പറഞ്ഞു, ചിന്നമ്മയോട് ഞാൻ എനിക്കൊന്ന് ഇന്നലെ മുതൽ പറയുന്നുണ്ട്, കുടുംബത്തിൽ നിന്നൊരാൾ മരിച്ചു പോയതുപോലെ ഒരു ഭയങ്കര ഹൃദയഭാരം എനിക്കുണ്ട്. എത്രയും ആഴത്തിലോട്ട് ഇറങ്ങി പറഞ്ഞാൽ എത്രയും മനസ്സിലാക്കാൻ കഴിയുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. സത്യമായി 1984 മുതൽ ഇന്നുവരെ മനഭാരം ഒഴിഞ്ഞ്, ആത്മഭാരം മാത്രമോ വേറൊന്നുമില്ല,
ആത്മഭാരം ഒഴിഞ്ഞ് ഒന്ന് ചൊവ്വെ ചിരിച്ചത് എനിക്ക് ഓർമ്മയില്ല. 1984 മുതൽ സഭയെക്കുറിച്ചുള്ള ഗൗരവമേറിയ ഭാരം ദൈവൻ്റെ ഹൃദയത്തിൽ തന്നിട്ടുണ്ട്. അത് ഈ കഴിഞ്ഞ ഒരാഴ്ചയായി വളരെ അധികമാണ്. നമ്മുടെ തലമുറകൾ എങ്ങോട്ട്, ഇതിൻ്റെ ഭാവി എന്ത്, നാം മുന്നോട്ട് എന്ത് കാണും, ഭാരതത്തിൽ എന്ത് ചെയ്യുവാൻ നമ്മെ കൊണ്ട് കഴിയും എന്നിത്യാദി കാര്യങ്ങൾ. ക്രൂശ് ഇന്ന് പകലൊരു മറുപടിയാകട്ടെ. ക്രൂശാണ് കൈമാറ്റത്തിൻ്റെ ഇടം. നിന്റെ പേരെന്തോ എന്ന് ചോദിച്ചതിന് നിന്റെ പേർ നീ ചിന്തിക്കുന്നത് പോലെ നിന്നെ അനുഗ്രഹിച്ച് വിടാനല്ല, നിന്റെ പേര് മാറ്റി നിന്നെ വിടാനാണ്. നീ ഒരു രാഷ്ട്രത്തലവനാകുമെന്ന് യാക്കോബിനോട് പറഞ്ഞയക്കുന്ന രംഗം ഇന്നലെ പകലും ഗൗരവമായി അത് കേൾക്കുവാൻ കർത്താവ് തന്ന കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. യാക്കോബ് പറഞ്ഞൊരു പദമുണ്ട്, ഞാൻ ദൈവത്തെ മുഖാമുഖമായി കണ്ടിട്ടും എനിക്ക് ജീവഹാനി വന്നില്ല എന്ന് പറഞ്ഞ് യാക്കോബ് അങ്ങനെ പറഞ്ഞു. ദൈവത്തെ മുഖാമുഖമായി കണ്ടില്ലെങ്കിലും ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് കണ്ടവർ ഒരുപാട് പേര് ഇതിനകത്തുണ്ട്. ഒരു ആവറേജ് ദൈവസാന്നിധ്യം കൊണ്ട് നടക്കാത്തത് ഒരുപാട് കാര്യങ്ങൾ തമ്പുരാൻ ചെയ്യുന്നത് കാണുവാൻ കർത്താവ് നമുക്ക് പദവി തന്നു. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ബുധനാഴ്ച ചിന്തിച്ചു, തൃക്കൈ പൊറുപ്പിക്കുന്നു. ദൈവം ശാസിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. സർവശക്തൻ്റെ ശിക്ഷ നിരസിക്കരുത്. അവൻ മുറിവേൽപ്പിക്കുകയും മുറിവ് കെട്ടുകയും ചെയ്യുന്നു. അവൻ ചതയ്ക്കുകയും തൃക്കൈ പൊറുപ്പിക്കുകയും ചെയ്യുന്നു. ഞാനൊരു ഇൻട്രഡക്ഷൻ എന്ന വണ്ണം പോവുകയാണ്. ഇതുവഴി തിരിച്ച് നമ്മൾ ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന കാര്യത്തിലേക്ക് പോകും. 6 കഷ്ടത്തിൽ അവൻ നിന്നെ വിടുവിച്ചു, 7ാമത്തേതിലും അവൻ തിന്മ നിന്നെ തൊടുകയില്ല. ഹോശേയുടെ ലേഖനത്തിൽ പറഞ്ഞു, വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി വരാം. ഇത് ഒരു റിവിഷൻ മാത്രമാണ്, ബുധനാഴ്ചത്തതിൻ്റെ റിവിഷനാണ്. വരുവീൻ നമുക്ക് യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക. അവൻ നമ്മെ കടിച്ചു കീറിയിരിക്കുന്നു, അവൻ സൗഖ്യമാക്കും. അവൻ നമ്മെ അടിച്ചിരിക്കുന്നു, അവൻ മുറിവ് കിട്ടും. ഹോശേയ 14:1, 2 വാക്യങ്ങളിൽ, ഇസ്രായേലേ, നിന്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുക, നിന്റെ അകൃത്യ നിമിത്തമല്ലയോ നീ വീണിരിക്കുന്നത്. യോവേൽ 2:13, വസ്ത്രങ്ങളെയല്ല ഹൃദയങ്ങളെ തന്നെ കീറി നിങ്ങളുടെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് തിരുവീൻ. അവൻ കൃപയും കരുണയും ദീർഘക്ഷമയും മഹാദയും ഉള്ളവനല്ലോ, അവൻ അനർത്ഥത്തെക്കുറിച്ച് അനുദപിക്കും. ഇന്ന് ഭാരതത്തിൽ നാം നിൽക്കുന്ന ഇടം ഒരനർത്ഥത്തിന് വേണ്ടി വിധിക്കപ്പെട്ട ഇടമാണെന്ന് മറക്കരുത്. നാളത്തെ ആരാധനയിൽ ഞാൻ ആ ഭാഗങ്ങൾ കൊണ്ടുവരുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നുണ്ട്. ഇന്ന് രാവിലെ ഞാൻ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുകാർ ലോകത്തിൻ്റെ യുദ്ധങ്ങളെക്കുറിച്ചും യുദ്ധഗതികളെക്കുറിച്ചും എന്തു പറയുന്നു എന്ന് ചുമ്മാ ഒന്ന് തപ്പിയപ്പോൾ 110 യുദ്ധങ്ങളാണ് ഇന്ന് ഭൂമിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് 14-ാം തീയതിയാണ്, സെപ്റ്റംബർ 2024 സെപ്റ്റംബർ മാസം 14-ാം തീയതി ലോകത്തിൽ 110 പ്രധാന യുദ്ധങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു 10 എണ്ണം അതിഗംഭീര യുദ്ധമാണ്. ആ 10 യുദ്ധങ്ങളും എന്നും ഏത് മിനിറ്റിലും വേൾഡ് വാറായി മാറാം. ആ 10 യുദ്ധങ്ങളും 110 എണ്ണമല്ല, 10 എണ്ണം. അതിലെ 10 എണ്ണം ഏത് നിമിഷവും ഒരു ആറ്റം ബോംബ് പൊട്ടിക്കത്തക്ക പ്രാപ്തിയുള്ളതാണ്. എന്ത് സംഭവിക്കുമെന്ന് ലോകത്തിന് ഒന്നും അറിഞ്ഞുകൂടാ. ഭാവി ഉണ്ടോ ഇല്ലയോ എന്ന് ആർക്കും പറയാൻ അറിഞ്ഞുകൂടാ. വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ കീറി ദൈവത്തെങ്കിലേക്കൊന്ന് അടുത്തു തരുവീൻ. അവൻ കൃപയും ദീർഘക്ഷമയും നിറഞ്ഞവനാണ്. അവൻ ദൈവജനത്തോട് കരുണ കാണിക്കേണ്ടതിന് ദൈവത്തോട് അടുത്തു വരുവാൻ ഭാരതത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നാം. നമ്മുടെ പട്ടണത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നാം. നമ്മുടെ ജനത്തിനു വേണ്ടി പ്രാർത്ഥിക്കേണ്ടവരാണ് നാം. വരുവാൻ നമുക്ക് മാത്രമേ കഴിയുകയുള്ളൂ, രണ്ടാമതൊരാളിനെ കൊണ്ടതൊക്കത്തില്ല. എസ്തർ ഒരിക്കൽ രാജസന്നിധിയിലായിരുന്നു. എസ്തറിനോട് മൊർദെഖായി പറഞ്ഞയക്കുന്ന ഒരു സംഭവമുണ്ട്. എസ്തറെ, നീ രാജസ്ഥാനത്തിരിക്കയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടുകൊള്ളാമെന്ന് ചിന്തിക്കരുത്. ഇന്ന് ഇതുപോലൊരു ദിവസത്തേക്കല്ലയോ നിന്നെ രാജസ്ഥാനത്ത് എത്തിച്ചത്. ഈ പട്ടണത്തിൽ എല്ലാവരും ബിസിയായി നടക്കുക. ആർക്കും സമയമില്ലാത്തപ്പോൾ പട്ടണത്തിന് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, നമ്മുടെ കുടുംബങ്ങൾക്ക് വേണ്ടി മധ്യസ്ഥത ചെയ്യുവാൻ, ക്രൂശിൻ്റെ സാമീപ്യം പ്രാപിച്ച ദൈവ പൈതലേ, ക്രൂശിനെ പരിചയപ്പെട്ട ദൈവ പൈതലേ, ഒന്ന് ഒരുമിച്ച് വരുവാൻ ഇതുപോലെ കൂളായ ഒരു അന്തരീക്ഷം ദൈവം എനിക്കും നിങ്ങൾക്കും തന്നിരിക്കെ വരുവീൻ, നമുക്ക് യഹോവയുടെ അടുക്കലേക്ക് വരാം. വസ്ത്രങ്ങളെ എല്ലാ ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് നമുക്ക് തൻ്റെ അടുക്കലേക്ക് വരാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 1:3, എങ്കിലേക്ക് തിരുവീൻ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. എന്നാൽ ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിയും. കഴിഞ്ഞ ഞായറാഴ്ച ഞാൻ ഇവിടെ നടന്നു കാണിച്ചത് എനിക്ക് ഓർമ്മയുണ്ട്. പലപ്പോഴും സ്റ്റേജിൽ പ്രസംഗിക്കുമ്പോൾ ഒരുപാട് സാഹചര്യങ്ങളിൽ എൻ്റെ ഒരു ആയുസ് മുഴുവൻ ഞാൻ പ്രസംഗിക്കുകയായിരുന്നല്ലോ.
ഒരുപാട് പേര് ഡെമോൺസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് പലരെയും സ്റ്റേജിലേക്ക് വിളിച്ചു പലതും കാണിച്ചുകൊണ്ടൊക്കെ പറയാറുണ്ട്. ഞാൻ ആ മെത്തേഡ് ഒരിക്കലും എടുക്കുന്നില്ല. കാരണം ചിലർക്കെങ്കിലും അതുകൊണ്ട് ഹൃദയത്തിൽ ഭാരമുണ്ടാകും. അത് വരാതിരിക്കേണ്ടതിന് വേണ്ടി ഞാനൊരു കൊച്ചു ഉദാഹരണം തൊടാം. ആദ്യമായിട്ട് നമ്മുടെ സൺഡേ സ്കൂളിന്, ഗംഗാനഗർ നമ്മളായിരിക്കുന്ന സമയത്ത് നമ്മുടെ സൺഡേ സ്കൂളിന് വേണ്ടി ഒരു കോളൊക്കെ നടത്തി സൺഡേ സ്കൂൾ നടന്നു. ആ സൺഡേ സ്കൂളിൽ ഒരു സ്കിറ്റ് പ്രാക്ടീസ് ചെയ്യാൻ തീരുമാനിച്ചു. ആ സ്കിറ്റ് പ്രാക്ടീസ് ചെയ്തപ്പോൾ കർത്താവായ യേശു കഴുതക്കുട്ടിയുടെ പുറത്ത് കയറി യെരുശലേമിലേക്ക് വരുന്ന രംഗം ആക്ട് ചെയ്യണമായിരുന്നു. അതിനകത്ത് ഒരു കൊച്ചനെ വിളിച്ച്, അല്പം തടിയുള്ള ഒരു കൊച്ചനെ വിളിച്ച് കഴുതയാക്കി. അവനോട് പറഞ്ഞ് 4 കാലിൽ നടക്കാൻ പറഞ്ഞവൻ 4 കാലിൽ നടന്നു. വേറൊരു കൊച്ചന് അവൻ്റെ പുറത്ത് കയറിയിരുന്നു യേശുവായി അഭിനയിച്ചുകൊണ്ട്. ഈ നേരത്തിനാണ് ഈ കഴുത കളിക്കുന്ന കൊച്ചൻ്റെ അപ്പൻ ഇങ്ങോട്ട് വരുന്നത്. ആ രംഗം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. മണ്ടക്കിരിക്കുന്നതിനെ പിടിച്ച് 2 കുത്തും കൂടെ എടുത്ത് എറിഞ്ഞേച്ച് ആരടാ എൻ്റെ കൊച്ചിനെ കഴുതിയാക്കിയെന്ന് ചോദിച്ച ഒരു ബഹളം ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. പലതും ആക്ട് ചെയ്ത് കാണിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഇന്നും ആ കുടുംബം ബാംഗ്ലൂരിലുണ്ട്, നമ്മുടെ ചർച്ചിലല്ല. പിന്നെ അവർ വന്നിട്ടുമില്ല എന്ന് പറഞ്ഞാൽ അന്നത്തേതുപോലെ വന്നിട്ടില്ല. ഓക്കെ, ഒരു ശത്രുതാ മനോഭാവം അന്നു മുതൽ മനുഷ്യനുണ്ട്. ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ ആക്ട് ചെയ്യിക്കാത്തത്. കഴിയുമെങ്കിൽ എൻ്റെ കഴിവിൻ്റെ അങ്ങേയറ്റം പവർ പോയിൻ്റ് ഉണ്ടാക്കുക. അതുകൊണ്ട് ഒത്തിരി കൂടെ കാര്യങ്ങൾ മനസ്സിലാകും. എന്നാൽ കഴിഞ്ഞ ആഴ്ച ഞാൻ നടന്നു കാണിച്ചു. നിങ്ങൾ എൻ്റെ അടുക്കലേക്കല്ല എനിക്ക് മുഖം തിരിഞ്ഞാണ് നിങ്ങൾ നടക്കുന്നത്. നിങ്ങൾ എൻ്റെ അടുക്കലേക്കൊന്ന് ഞാൻ നിങ്ങളുടെ അടുക്കലേക്ക് തിരിഞ്ഞു വരാം. ഇന്ന് പകൽക്കാലം ദൈവത്തെങ്കിലേക്ക് ഒന്നുകൂടെ തിരിയുവാൻ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ. ഏറെക്കുറെ ഒന്ന് തിരിയുക എന്ന പദം കൊണ്ടത് മാത്രമായില്ല, അകത്തു നിന്ന് ആത്മാർത്ഥതയുടെ അടിത്തട്ടിൽ നിന്ന് നമ്മുടെ തീരുമാനം പ്രായോഗികമായി മാറത്തക്കവണ്ണം, നമ്മുടെ തീരുമാനം ഘനീഭവിച്ച അവസ്ഥയിൽ വരത്തക്കവണ്ണം, നമ്മുടെ തീരുമാനം ഒരു വിശ്വാസം എന്നതോ ഇറ്റ് ഇസ് എ സബ്സ്റ്റൻസ്. ഓർക്കുന്നുണ്ടായിരിക്കും എബ്രായ ലേഖനം 11-ാമത്തെ അധ്യായത്തിൽ നൗ ഫെയ്ത്ത് ഈസ് എ സബ്സ്റ്റൻസ്. വിശ്വാസം എന്ന് പറയുന്നത് നമ്മുടെയൊക്കെ ചിന്തയിൽ അതൊരു വികാരമാണ്, അതൊരു അനുഭവമാണ്. പക്ഷെ ബൈബിൾ പറഞ്ഞു അല്ല, വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് എ സബ്സ്റ്റൻസ്, അത് ഘനീഭവിച്ച ഒന്നാണ്. അതുപോലെ ഘനീഭവിച്ച ഒരു ചിന്തയിൽ നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് തിരിയുക, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്കും തിരിയുമെന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട്. ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് തിരിയും. ഹോശേയ 14:1-2 ഇസ്രായേൽ എന്നിൻ്റെ ദൈവമായ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെല്ലുക, അവന് നിന്റെ അകൃത്യം നിമിത്തമല്ലയോ നീ വീണിരിക്കുന്നത്. നിങ്ങൾ അനുതാപവാക്യങ്ങളോടുകൂടെ യഹോവയുടെ അടുക്കിലേക്ക് മടങ്ങിച്ചെന്ന് അവനോട് സകല അകൃത്യത്തെയും ക്ഷമിച്ച് ഞങ്ങളെ കൃപയോടെ കൈക്കൊള്ളണമേ, എന്നാൽ ഞങ്ങൾ ഞങ്ങളുടെ ആധരാർപ്പണങ്ങളായ കാളകളെ അർപ്പിക്കും. കഴിഞ്ഞ ഞായറാഴ്ച ഞാനിത് പറഞ്ഞത് ഓർമ്മയുണ്ട്. നമ്മളൊരു സ്തോത്രം പറയുന്നതിനൊരു ലിമിറ്റുണ്ട്. എന്നാൽ ഒരു കാള എൻ്റെ വായിൽ നിന്ന് പുറത്തു വരണമെങ്കിൽ ആധരാർപ്പണമായ കാള, ചുമ്മാ അതൊരു സ്തോത്രം പറയുന്നതല്ല. പക്ഷേ ആ സ്തോത്രത്തിൻ്റെ അകത്തുള്ള ശക്തി, അതിനകത്തൂടെ വ്യാപരിക്കുന്ന ഗൗരവമേറിയ ദൈവ സാന്നിധ്യം പുറത്തു കൊണ്ടുവരത്തക്കതുപോലെ കർത്താവേ എനിക്കത് ചെയ്യുവാൻ കഴിയണമേ. ജാഗ്രതയോടെ അന്വേഷിക്കുന്നതിനെക്കുറിച്ച് ഹോശേയ 5:15 സങ്കീർത്തനങ്ങൾ 50 കാണാം. നമ്മൾ അവിടം വരെയാണ് ഞായറാഴ്ച വന്നത്. ലേവ്യ പുസ്തകം 26-ാം അധ്യായത്തിൻ്റെ 40-41 വാക്യങ്ങളിൽ അവർ തങ്ങളുടെ അകൃത്യവും തങ്ങളുടെ പിതാക്കന്മാരുടെ അകൃത്യവും അവരെന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നുകൊണ്ടത് കൊണ്ട് ഞാനും അവർക്ക് വിരോധമായി നടന്നു. അവരെ ശത്രുക്കളുടെ ദേശത്തു നിന്ന് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയം അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ തുടർന്ന് ഞാൻ അവരോട് ക്ഷമിക്കുമെന്ന്. ഈ പദങ്ങളിൽ ചിലതൊന്നുകൂടെ ആവർത്തിക്കട്ടെ. അവരുടെ അകൃത്യം എന്നോട് ഏറ്റുപറയണം. ദൈവത്തിന് വളരെ സ്പെസിഫിക്കായ ഒരു കാര്യമാണ്, നമ്മുടെ വാ കൊണ്ട് നമ്മുടെ കാര്യങ്ങൾ ഏറ്റുപറഞ്ഞേ മതിയാകൂ. ദൈവത്തിന് സകലതും അറിയാമല്ലോ എന്ന് പറഞ്ഞ് വിടുകയല്ല. കർത്താവേ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ പെശ കൊണ്ട് നിങ്ങൾ ക്ഷമിക്കണേ എന്ന് പറയുകയല്ല. ഓരോന്നോരോന്ന് ദൈവത്തോട് എണ്ണി മനസാക്ഷിയുടെ ശുദ്ധത പ്രാപിക്കുന്നത് വരെ വേറൊരാൾ കേൾപ്പിക്കാൻ വേണ്ടിയല്ല, ഒറ്റയ്ക്ക് ദൈവവുമായി ഹൃദയം പകർന്നുകൊണ്ട് വാ കൊണ്ട് ദൈവത്തോട് അത് ഏറ്റുപറഞ്ഞാൽ ഹൃദയം കൊണ്ട് നീതിക്കായി വിശ്വസിക്കുകയും വാ കൊണ്ട് രക്ഷയ്ക്കായി ഏറ്റുപറയുകയും ചെയ്യുകയാണ്. വാ കൊണ്ട് ഞാൻ ചെയ്ത പാപം എന്നോട് ക്ഷമിക്കണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവരവരുടെ അകൃത്യവും അവരെന്നോട് ദ്രോഹിച്ച ദ്രോഹവും അവരെനിക്ക് വിരോധമായി നടന്നതും കൊണ്ട് ഇങ്ങോട്ട് വരാൻ വിളിച്ചു പറഞ്ഞാൽ ഇപ്പം വരുന്നില്ല പിന്നെ വരാമെന്ന് പറഞ്ഞതും ഞാൻ പല പ്രാവശ്യം ആ പദം എന്തുകൊണ്ടോ ഈ മാസം പരിശുദ്ധാത്മാവ് ഇങ്ങനെ ഗൗരവമായി അത് എടുത്തു പറയുന്നുണ്ട്. ഞാൻ വിളിച്ചപ്പോൾ അവർ ഉത്തരം അരുളിയില്ല,
ഞാൻ വിളിച്ചപ്പോൾ പോയി അവരുടെ സമയത്തിന് വേണ്ടി കാത്തിരിക്കാൻ പറഞ്ഞു. ഞാൻ വിളിച്ചപ്പോൾ അവർ വരാതെ അവരുടെ സമയത്തിന് വരാമെന്ന് പറഞ്ഞതുകൊണ്ട് അവർ വിളിക്കുമ്പോൾ ഞാനും പോയി എൻ്റെ സ്ഥലത്ത് സ്വസ്ഥമായിരിക്കും. അവർ വിളിക്കുന്ന സമയത്ത് വരത്തില്ല. കർത്താവിനോട് ഇന്നൊരു കാര്യം ചെയ്യാൻ ആവശ്യപ്പെട്ടാൽ അത് ഇന്ന് ചെയ്യാൻ വേണ്ടിയാണ്. ഡിലേഡ് ഒബീഡിയൻസ് ഇസ് ഡിസൊബീഡിയൻസ് എന്ന് ഒരു ക്രിസ്തുഭക്തൻ പറഞ്ഞത് എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനിവിടെ ഒരുപാട് പ്രാവശ്യം ആവർത്തിച്ചു. ഡിലേഡ് ഒബീഡിയൻസ് പറയുന്നത് അന്നനുസരിക്കാതെ പിന്നൊരവസരത്തിൽ അനുസരിക്കാമെന്ന് പറഞ്ഞാൽ, എൻ്റെയും കൂടെ സൗകര്യമൊന്ന് ഒത്തുവരട്ടെ എന്ന് പറഞ്ഞാൽ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കൽ ഒരു രോഗി എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാനായി വന്നു. എൻ്റെ അടുക്കൽ വന്നു വെച്ച് പറഞ്ഞ് എൻ്റെ മോന് വേണ്ടി പ്രാർത്ഥിക്കണം. ആ മോനൊരു പ്രത്യേക രോഗമുണ്ട്, എന്തോ ഒരു രോഗമുണ്ട്, എന്തോ അന്ന് ഞാൻ ഓർക്കുന്നില്ല, ഒരു രോഗമുണ്ട്, അതിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു അത് ഇന്ന് വരാൻ ഒക്കത്തില്ല, കുഞ്ഞിന് പരീക്ഷ നടന്നുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ പരീക്ഷ കഴിഞ്ഞ ശേഷം കൊണ്ടുവരാൻ. ഞാൻ പറഞ്ഞു അങ്ങനെയായിട്ട് പരീക്ഷ കഴിഞ്ഞ ശേഷം കൊണ്ടുവന്നാട്ടെ. പക്ഷെ പരീക്ഷ കഴിയുന്നത് വരെ രോഗം അദ്ദേഹത്തിന് അവസരം ലഭിച്ചില്ല. പെട്ടെന്നത് സീരിയസ് ആയി ഉടനെ വെല്ലൂർ ഹോസ്പിറ്റലിൽ അവർ വിളിച്ചു. വെല്ലൂർ ഹോസ്പിറ്റലിൽ നിന്നൊരു അപ്പോയിൻമെൻറ്റ് കൊടുത്തു. അദ്ദേഹത്തിനോട് പറഞ്ഞു ഞാൻ വെല്ലൂരിന് പോകാം. ഞാൻ പറഞ്ഞു പോരുത് ബ്രദറെ, പരീക്ഷ കഴിഞ്ഞേ പോകാവൂ. അല്ല, വെല്ലൂരിൽ നിന്ന് അപ്പോയിൻമെൻ്റ് ഉണ്ട്. അപ്പോൾ ദൈവത്തേക്കാൾ മേളിലാണോ വെല്ലൂര്? ഇവിടെ തന്നെ ദൈവസന്നിധിയിൽ വിളിച്ചപ്പോൾ വരാഞ്ഞതുകൊണ്ട് തനിക്ക് മനസ്സിലാകുന്നുണ്ടോ? ഡിലേഡ് ഒബീഡിയൻസ് ഈസ് കോൾഡ് ഡിസൊബീഡിയൻസ്. വെല്ലൂരേക്കാൾ താഴെയാണോ ദൈവം? വെല്ലൂരിനേക്കാൾ ഡൗൺ ആണോ ദൈവ സാന്നിധ്യം? ഞാൻ നിങ്ങളെ വിളിച്ചപ്പോൾ നിങ്ങൾ മറുപടി പറഞ്ഞില്ല. നിങ്ങളും കുറേ നാൾ വിളി, ഞാൻ പോയി എൻ്റെ സ്ഥലത്തിരിക്കും. ആ വാക്യങ്ങൾ മറക്കരുത്. അവർ നിങ്ങളുടെ അകൃത്യങ്ങൾ എന്നോട് ഏറ്റുപറയണം. അവരുടെ പിതാക്കന്മാരുടെ അകൃത്യങ്ങൾ ഏറ്റുപറയണം. അവരുടെ പിതാക്കന്മാർ എന്നോട് ദ്രോഹം ചെയ്തതാണ്, അവരെന്നോട് പാപം ചെയ്ത് നടന്നതാണ്. ആ പിതാക്കന്മാരുടെ അകൃത്യം കൂടെ അവരെന്നോട് ഏറ്റുപറഞ്ഞ് എൻ്റെ അടുക്കൽ വന്നാൽ ഞാനും അവർക്ക് വിരോധമായി നടന്നവരെ ശത്രുക്കളുടെ ദേശത്ത് വരുത്തിയതും ഏറ്റുപറയുകയും അവരുടെ പരിച്ഛേദനയില്ലാത്ത ഹൃദയമേ അപ്പോൾ താഴുകയും അവർ തങ്ങളുടെ അകൃത്യത്തിനുള്ള ശിക്ഷ അനുഭവിക്കുകയും ചെയ്താൽ, ഏറ്റുപറയേണ്ട സമയത്ത് ഏറ്റുപറയാതെ പോയാൽ പിന്നെ അതിൻ്റെ ശിക്ഷ അനുഭവിച്ചേ മതിയാകൂ. ഒന്ന് ഗൗരവമായി ഞാനിത് ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. പരിശുദ്ധാത്മാവെന്നൊരു ഹൃദയത്തോടെ ഇടപെടുക. ഇന്നത് ചെയ്യണം, ചെയ്തിരിക്കണം. അതിന് വേറൊരു അവധി വെച്ചാൽ പിന്നെ ദൈവത്തിനും കൂടെ ഒന്ന് തോന്നണം, അല്ലെങ്കിൽ അതിൻ്റെ ശിക്ഷ അനുഭവിക്കേണ്ടി വരും. അത് കഴിഞ്ഞെങ്കിൽ മാത്രമേ ദൈവത്തെങ്കിൽ ഒന്നൊരു മറുപടി ഉള്ളൂ. ദൈവം ഈ ദിവസങ്ങളിൽ നമ്മോട് അടുത്ത് വരുവാൻ ആവശ്യപ്പെട്ടു. അതെ, നമ്മൾ ദൈവത്തോട് അടുത്ത് വരികയാണ്. ഇത് ഞാൻ എടുത്തു പറഞ്ഞതാണ്. മനസ്സാക്ഷിയുടെ സമ്മർദ്ദം ഏറ്റുപറയാം. ഇന്ന് രാവിലെ ഞാൻ ഈ വേദഭാഗം തിരിച്ചെടുത്തപ്പോൾ ഈ ഒരു സ്ലൈഡ് കാണിക്കണ്ട എന്ന് ഓർത്ത കാര്യം അത് അങ്ങനെ ഗൗരവമുള്ള ഒന്നായിട്ട് എനിക്ക് തോന്നിയില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു പറയണം, ഇന്നത് പറയണം. കാര്യം മനസ്സാക്ഷിയിൽ സമ്മർദ്ദം സൂക്ഷിക്കുന്ന പലരുമുണ്ട്. ഇന്നതൊന്ന് എടുത്തു മാറ്റിയേ മതിയാകൂ. ഒരുപക്ഷേ എൻ്റെ മുമ്പിൽ ഇരിക്കുന്നവരാകാം, ഒരുപക്ഷേ ഓൺലൈനിൽ ഞങ്ങളെ ശ്രദ്ധിക്കുന്നവരാകാം. മനസ്സാക്ഷിയുടെ സമ്മർദ്ദം. തൻ്റെ യാക്കോബിൻ്റെ മക്കൾ ചേർന്ന് ജോസഫിനെ മിസ്രയീമിലേക്ക് വിറ്റു. അതിനുശേഷം മിസ്രയീമിൽ അവർ ചെന്ന് ജോസഫിൻ്റെ മുമ്പിൽ നിന്നു. ജോസഫാണെന്ന് അവർ അറിയുന്നില്ല. അന്നേരത്തെ അവരുടെ മൂത്ത സഹോദരൻ രൂപൻ പറയുന്ന വാചകമാണ്, നമ്മുടെ സഹോദരനോട് നാം ചെയ്ത തെറ്റ് നമുക്ക് ഓർമ്മയുണ്ടല്ലോ, അതിൻ്റെ ശിക്ഷയാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്നത്. നീണ്ട വർഷങ്ങൾക്ക് അവർക്കുണ്ടായിരുന്നു. അപ്പൻ്റെ അടുക്കൽ ചെന്ന് തെറ്റുപറ്റിപ്പോയി, ഞങ്ങളാണ് ചെയ്തത് എന്നൊരു വാക്ക് പറയാമായിരുന്നു. ജോസഫിനെ കാണാൻ അവർക്ക് രണ്ടാമതൊരവസരമില്ല. നീണ്ട അവസരങ്ങൾ മനസ്സാക്ഷിയുടെ അകത്ത് സമ്മർദ്ദം സൂക്ഷിക്കുന്നവരായി ഇന്നെന്നെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഇന്ന് പകലാകട്ടെ. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം, ഇപ്പോഴാകുന്നു സുപ്രസാദകാലം. ദൈവത്തിൻ്റെ അടുക്കൽ മടങ്ങി വന്ന് എൻ്റെ കുറ്റമേറ്റു പറയുവാൻ, എൻ്റെ പ്രശ്നം ഇതാ കർത്താവേ എന്നൊന്ന് പറയുവാൻ ദൈവസന്നിധിയിൽ വരുമെങ്കിൽ ദൈവം നമ്മെ സഹായിക്കും. കഴിഞ്ഞ ആഴ്ച തൊടാഞ്ഞ ഒന്ന് ഒരു സ്ലൈഡിലേക്ക് കയറുകയാണ്. വേർ ടു റിട്ടേൺ, എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? മടങ്ങി വരാൻ നമ്മൾ പല പ്രാവശ്യം പറഞ്ഞു. എവിടേക്കാണ് വരേണ്ടത്? യെശയ്യാവിൻ്റെ പുസ്തകം 1-ാം അധ്യായം 3-4 വാക്യങ്ങളിൽ കാള തൻ്റെ ഉടയവനെയും കഴുത തൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എവിടേക്കാണ് കഴുതയെ വരേണ്ടത്? എവിടേക്കാണ് കാളയെ വരേണ്ടത്? ഉടയവെങ്കിലേക്കും ഉടയവൻ്റെ പുൽത്തൊട്ടിയിലേക്കുമാണ് വരേണ്ടത്. ഞാൻ ബഥേലിൽ വഴക്കുണ്ടാക്കി വെച്ച് വേറെടുത്ത് പോയി ക്ഷമ ചോദിക്കുമെന്നല്ല. ഇവിടെ നമ്മൾ സാധാരണ കർത്തൃമേശയുടെ സമയത്ത് പറയാറുള്ള ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ കൂടി വരുന്ന സഭയിൽ ഏതെങ്കിലും കാരണവശാൽ നിങ്ങളെ കർത്തൃമേശയിൽ നിന്നും ഇരുത്തിയിരിക്കുകയാണെങ്കിൽ ദയവായി
നിങ്ങൾ ഭൂമിയിൽ ദൈവത്തോടടുക്കുവാൻ തിരുത്തപ്പെട്ടവരാണ്. അവിടെ പോയി നിരന്നിച്ചു വേണം ഇവിടെ വന്ന് കർത്താവിൻ്റെ മേശയിൽ പങ്കെടുക്കുവാൻ. എവിടേക്കാണ് വരേണ്ടത്? ഉടയവെങ്കിലേക്ക് വരുവാൻ. കാളതൻ്റെ ഉടയവനെ അറിയുന്നു, കഴുതൻ്റെ യജമാനൻ്റെ പുൽത്തൊട്ടിയെ അറിയുന്നു. എൻ്റെ ജനമോ അറിയുന്നില്ല. എവിടെ വീണോ അവിടെ എഴുന്നേൽക്കുവാൻ. എവിടേക്കാണ് വരേണ്ടത്? യജമാനൻ്റെ അടുക്കലേക്കാണ് വരേണ്ടത്. ജോഷി പാസ്റ്റർ ഇവിടെ വരുന്ന സമയത്ത് താൻ പറയാറുള്ള ഒന്നുണ്ട്. മനസ്സിലൊട്ടും സമാധാനമില്ലാതെ നടക്കുമ്പോൾ, എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ അങ്ങനത്തെ പ്രശ്നമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, അദ്ദേഹത്തിന് മനസ്സിലൊട്ടും സമാധാനമില്ലാതെ നടക്കുമ്പോൾ ഏതോ ഒരു പരസ്യം കണ്ടായിരുന്നു പോലും, കാജ ബീഡി വലിച്ചാൽ സമാധാനം കിട്ടുമെന്ന്, റിലാക്സ് ചെയ്യുമെന്ന്. അങ്ങനെ ഒരു കെട്ട് ബീഡി വാങ്ങിച്ച് ഒന്നിച്ചിരുന്ന് വലിച്ചെന്നാ പറഞ്ഞേ. തെറ്റുപറ്റിയെങ്കിൽ കാജ ബീഡിയുടെ പുറകെ അല്ല പോകേണ്ടത്. തൽക്കാലം ഒരു മനഃശാന്തിക്ക് വേണ്ടി സിനിമാശാലയിലേക്കല്ല പോകേണ്ടത്. തൽക്കാലം ഒരു മനഃശാന്തിക്ക് വേണ്ടി സീരിയൽ കാണുകയല്ല വേണ്ടത്. തൽക്കാലം ഒരു മനോശാന്തിക്ക് വേണ്ടി കുറെ നടന്ന് ചിരിക്കുകയല്ല വേണ്ടത്. തൽക്കാലം ഒരു മനോശാന്തിക്ക് വേണ്ടി വെടി പറയുന്നവന്റെ കൂട്ടത്തിൽ പോയി ഇരിക്കുകയല്ല വേണ്ടത്. എൻ്റെ അടുക്കലേക്ക് മടങ്ങി വരുവാൻ കാളതൻ്റെ ഉടയവരെയും കഴുതൻ്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എൻ്റെ ജനത്തിന് മനസ്സിലാകുന്നില്ല. വരണ്ടടുത്ത് വരുവാൻ, യജമാനന്റെ പാദത്തിങ്കൽ തന്നെ മടങ്ങി വരുവാൻ ഇന്ന് പകൽ ഏൽപ്പിക്കപ്പെടുന്നവർക്കായി എൻ്റെ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരാൾ ഒരിക്കൽ എന്നോട് പറഞ്ഞു, പാസ്റ്റർ മെവർഗീസ്, നിങ്ങളുടെ ഉപദേശം ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അങ്ങനെ സ്ട്രിക്റ്റ് ആയിട്ട് പോകാൻ താല്പര്യപ്പെടുന്നില്ല. അതുകൊണ്ട് അല്പം കൂടെ ലൂസായി പോകുന്ന ഇടങ്ങളിലേക്ക് പോകുക. മോനെ, കണ്ടെടുത്ത് പോയി തിന്നാനല്ല പറഞ്ഞത്. അപ്പൻ്റെ ഭവനത്തിൽ ഉണ്ട്, ധാരാളമായി ഉണ്ട്. കാളതൻ്റെ യജമാനനെ അറിയുന്നു, കഴുതൻ്റെ യജമാനന്റെ പുൽത്തൊട്ടി അറിയുന്നു. എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? ദൈവത്തിൻ്റെ പാദത്തിലേക്ക് മടങ്ങി വരുവാൻ. അവൻ നമ്മെ അടിച്ചു, അവൻ തന്നെ മുറിവ് കെട്ടും. അവൻ നമ്മെ മുറിച്ചു, അവൻ തന്നെ മുറിവ് കെട്ടും. അവൻ നമ്മെ കടിച്ചു കീറി, അവൻ തന്നെ സൗഖ്യമാക്കും. ഇന്ന് പകൽ കടിച്ചു കീറിയവെങ്കിലേക്ക് മടങ്ങി വരുവാൻ ഒരു പ്രാവശ്യം കൂടെ ഒന്ന് ഏൽപ്പിക്കപ്പെടാമോ? ഗൗരവമേറിയ വ്യത്യാസം നമ്മുടെ ജീവിതത്തിൽ നടക്കുന്നുണ്ട്. അയ്യോ, പാപമുള്ള ജാതി, അകൃത്യഭാരം ചുമക്കുന്ന ജനം, ദുഷ്പ്രവർത്തിക്കാരുടെ സന്തതി, വഷളായി നടക്കുന്ന മക്കൾ, അവരെ യഹോവയെ ഉപേക്ഷിച്ചു, ഇസ്രയേലിന്റെ പരിശുദ്ധനെ നിരസിച്ചു, പുറകോട്ട് മാറിക്കളഞ്ഞിരിക്കുന്നു. ഇസ്രയേലിന്റെ ചരിത്രത്തിൽ ഒരു വർഷം മുഴുവനും കാത്തിരിക്കണം ദൈവത്തിന്റെ അടുത്ത പെരുന്നാളിന് പോകുവാൻ. അതുകൊണ്ട് തൊട്ടടുത്ത് മറ്റു ഉത്സവങ്ങൾ ഉണ്ട്, അവിടെ പൊക്കളയാമെന്ന് പറയുന്നവരുണ്ട്. ഇസ്രയേൽ ഒരു സമയമായപ്പോൾ ഇങ്ങനെ പറഞ്ഞു, യെരൂശലേം വരെ പോയി ശീലോവിലുള്ള യഹോവയുടെ ആലയത്തിൽ ആരാധിക്കുന്നത് ബുദ്ധിമുട്ടാണ്. ഇവിടെ അടുക്കൽ ദാനിൽ തന്നെ ഒരു പശുക്കിടാവിനെ വെച്ചിട്ടുണ്ട്, അതിന്റെ മുമ്പിൽ പോയി മുട്ടുകുത്തിയാ മതി. നോ ദൈവ പൈതലേ, ഇന്ന് പകൽ പോകേണ്ട ഇടത്തേക്ക് പോകുവാൻ, വരേണ്ട ഇടത്തേക്ക് വരുവാൻ, യഹോവേ ഞങ്ങൾ അങ്ങയോട് പാപം ചെയ്തു, അങ്ങയുടെ അടുക്കൽ മടങ്ങി വരികയാണെന്ന് പറയുവാൻ, അനുതാപ വാക്യങ്ങളോടുകൂടെ ദൈവസന്നിധിയിൽ മടങ്ങി വരുവാൻ, കാളതന്റെ ഉടയവനെയും കഴുതന്റെ യജമാനന്റെ പുൽത്തൊട്ടിയെയും അറിയുന്നു. എൻ്റെ ജനമോ അറിയുന്നില്ല. ആ പഴയ നിയമത്തിലെ വിലാപം പുതിയ നിയമത്തിൽ തുടങ്ങാതെ ഇന്ന് പകൽ ദൈവത്തിങ്കിലേക്ക് ഒന്ന് അടുത്തു വരുവാൻ സ്വർഗത്തിലെ ദൈവം നമുക്ക് കൃപ തരട്ടെ. യെരമ്യാവിന്റെ പുസ്തകം 2:13 എൻ്റെ ജനം 2 ദോഷം ചെയ്തു. എൻ്റെ ജനം 2 ദോഷം ചെയ്തു. അവർ ജീവജലത്തിന്റെ ഉറവായി എന്നെ ഉപേക്ഷിച്ചു. വെള്ളമില്ലാത്ത കിണറുകളെ, പൊട്ടക്കിണറുകളെ തന്നെ കുഴിച്ചിരിക്കുന്നു. വർഷങ്ങൾക്ക് പുറകിൽ കൽക്കട്ടയിലെ ഒരു ചർച്ചിൽ, അസംബ്ലീസ് ഓഫ് ഗോഡിന്റെ കൽക്കട്ട മെയിൻ ചർച്ചിൽ, ഞാൻ ആ ചർച്ചിൻ്റെ അംഗമായിരുന്നു. 66-67 വർഷങ്ങളിൽ ഞാൻ ആ ചർച്ചിൻ്റെ അംഗമായിരുന്നു. അന്ന് ഇന്ത്യയിലെ ഏറ്റവും വലിയ പെന്തക്കോസ്റ്റ് ചർച്ച് അതാണ്. 5000 മെമ്പേഴ്സ്. തെക്കേ ഇന്ത്യയിൽ തമിഴ് ഉൾപ്പെടെ, ഇന്ന് തമിഴിലൊക്കെ നല്ല ചർച്ചുണ്ട്, തെലുങ്കിൽ ഇന്ന് നല്ല ചർച്ചുണ്ട്, തമിഴും തെലുങ്കും ഒക്കെ ഉൾപ്പെടെ അന്ന് 50 പേര് 60 പേരാണ് ഒരു ചർച്ചിൻ്റെ മെമ്പർഷിപ്പ്, പെന്തക്കോസ്റ്റ് ചർച്ചിൻ്റെ മെമ്പർഷിപ്പ്. 66-ലെ ചരിത്രമാണ് ഞാൻ തൊടുന്നത്. അന്ന് 5000 പേരുണ്ട്. ഡോക്ടർ മാർക്ക് ബണ്ടേന് 5000 പേരുള്ള ആ ചർച്ച്, ഞാനതിൻ്റെ മെമ്പറായിരുന്നു. ആ ചർച്ചിനകത്ത് എനിക്കൊരുപാട് നന്മകൾ ലഭിച്ചിട്ടുണ്ട്. മാർക്ക് ബണ്ടേൻ്റെ ചർച്ചിനകത്ത് അദ്ദേഹം ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ചിരുന്നൊരു പദമാണ്, എൻ്റെ ദിനം 2 ദോഷം ചെയ്തു. 1, ജീവന്റെ ഉറവിടമായി എന്നെ അവർ നിഷേധിച്ചു. 2, അവർ വെള്ളമില്ലാത്ത പൊട്ടമരവികളെ കുത്തിയുണ്ടാക്കി അതിനകത്തേക്ക് പോകാൻ തുടങ്ങി. ആ വലിയ ചർച്ചിൽ പോകുന്ന സമയത്ത് പാസ്റ്ററെ നേരിട്ട് കാണാൻ ഒക്കത്തില്ല.
ഡോക്ടർ മാർക്ക് ബണ്ടിനെ കാണണമെന്നുണ്ടെങ്കിൽ ഒരു സംതിങ് ഇമ്പോസിബിൾ. 2 വർഷം ഞാൻ ആ ചർച്ചിന് മെമ്പർ ആയിരുന്നെങ്കിലും ഒറ്റ പ്രാവശ്യം പോലും അദ്ദേഹത്തെ നേരിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. അദ്ദേഹം പ്രസംഗിക്കാൻ വേണ്ടി സ്റ്റേജിലേക്ക് വരുമ്പോൾ അവിടെ നിന്ന് കണ്ടിട്ട് പോവുകയേ ഉള്ളൂ. എന്നാൽ വിട്ടുപോകാമെന്ന് പലരും പറഞ്ഞെങ്കിലും ഇതിനകത്ത് നമുക്ക് ശരിയാകില്ല. അപ്പുറത്തെ 7 പേരുള്ള ചർച്ചുണ്ട്, അവിടെ പാസ്റ്റർ എന്നും വീട്ടിൽ വരുമെന്നൊക്കെ പറഞ്ഞ സാഹചര്യങ്ങളിൽ എൻ്റെ അകത്തോട് പരിശുദ്ധാത്മാവ് ഇടപെട്ടെ, ഒന്ന് കണ്ടിന്യൂ, നീ ഇവിടെ തന്നെ കാണണം. കൃപയാൽ 5000-ന് മുകളിലുള്ള ഒരു സഭയിലേക്ക് ദൈവം എന്നെ മാറ്റുവാൻ വേണ്ടി ഒരു വിത്ത് പാകുവാൻ അക്കാലങ്ങളിൽ ദൈവം ചെയ്തതല്ലേ എന്ന് ഇന്ന് ഞാൻ തിരിഞ്ഞാലോചിക്കുകയാണ്. അവർ 2 ദോഷം ചെയ്തു. ഒന്ന്, ജീവന്റെ ഉറവിടമായി എന്നെ അവർ വിട്ടുകളഞ്ഞു. 2, അവരൊരു പൊട്ടമരവിയെ കുഴിച്ചുണ്ടാക്കി. ഒരു പൊട്ടമരവിയെങ്കിലേക്ക് അവർ പാൻ തുടങ്ങി. അതിനകത്ത് വെള്ളമില്ല, അതിനകത്തൊന്നുമില്ല. ഇന്ന് പകൽ പ്രാപിപ്പാൻ ഉള്ളിടത്തേക്ക് വരുവാൻ, ജീവജലത്തിൻ്റെ ഉറവയെങ്കിലേക്ക് വരുവാൻ ഞാൻ ചോദിച്ച ഒന്നാമത്തെ ചോദ്യം, എവിടേക്കാണ് മടങ്ങി വരേണ്ടത്? ഒന്നാമത്തെ മറുപടി, യജമാനന്റെ പുൽത്തൊട്ടിയിലേക്ക്, യജമാനന്റെ സന്നിധിയിലേക്ക്, അടിച്ചവന്റെ അടുക്കലേക്ക്, കടിച്ചു കീറിയവന്റെ അടുക്കലേക്ക്, അവൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരിക. അവനെ കൊണ്ട് മാത്രമേ സൗഖ്യമാക്കാൻ കഴിയുകയുള്ളൂ. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുന്ന നിത്യനായ ദൈവമാണ് അടച്ചതെങ്കിൽ അദ്ദേഹം തുറന്നല്ല അത് തുറക്കത്തില്ല. ബഥേലിൻ്റെ ഹിസ്റ്ററിയിൽ, ഞാനിവിടെ വന്ന ശേഷം ബഥേലിൻ്റെ ഹിസ്റ്ററിയിൽ ഒരു ഞായറാഴ്ച ദൈവാത്മാവ് എന്നോട് പറഞ്ഞു, വരുന്നതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച, ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ഒരു ഞായറാഴ്ച പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, വരുന്നതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച വൈകുന്നേരത്ത് എനിക്ക് സഭയോടൊരു ആലോചന കൊടുക്കാനുണ്ട്, എല്ലാവരും വരാൻ പറ. 22 പേരാ. ഞാൻ അന്ന് എഴുന്നേറ്റ് വിളിച്ചു പറഞ്ഞു, വരുന്നതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച വൈകിട്ടത്തെ ബൈബിൾ സ്റ്റഡി, ഒരു പ്രത്യേക ആലോചന ദൈവത്തിന് ഏൽപ്പിക്കാനുണ്ട്. കർത്താവിനോടൊരു വാക്ക് പറഞ്ഞാൽ അതുപോലെ വിശ്വസിക്കും. അടുത്തതിൻ്റെ പിന്നത്തെ ചൊവ്വാഴ്ച രാവിലെ എനിക്ക് ഓഫീസിൽ പോകണം. ഞാൻ പോവുകയാണ്, ഒരാലോചനയും കിട്ടിയിട്ടില്ല. ലഞ്ച് ബ്രേക്കിൻ്റെ സമയം മൊത്തം ഞാൻ ഇരുന്ന് പ്രാർത്ഥിക്കുകയാണ്, ഒരാലോചന കിട്ടിയില്ല. ചൊവ്വാഴ്ച വൈകിട്ട് ഞാൻ തിരിച്ച് വണ്ടി ഓടിച്ചു വരികയാണ്, ഒരാലോചന കിട്ടിയില്ല. ഏതാണ്ട് മേക്കരി സർക്കിൾ അടുത്തപ്പോൾ, യശന്തപുരത്തിന് അപ്പുറത്തായിരുന്നു അന്ന് എൻ്റെ ഓഫീസ്. ഞാൻ മേക്കരി സർക്കിൾ കഴിഞ്ഞപ്പോൾ ദൈവാത്മാവ് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരുവന് രോഗം വരുത്തിയിട്ട് അവൻ എൻ്റെ അടുക്കലല്ല വൈദ്യന്മാരുടെ അടുക്കലാണ് പോകുന്നത്, അവന് സൗഖ്യമാകുകയില്ല. ഞാനൊരു കുടുംബത്തിനകത്ത് ഛിദ്രത വരുത്തിയിട്ട് അവരെൻ്റെ അടുക്കലല്ല മടങ്ങി വരുന്നത്, കൗൺസിലറുടെ അടുക്കലാണ്, ആ കുടുംബം സ്വതന്ത്രമാകയില്ല. ഈ 2 ആലോചനകളുമായിട്ട് ഞാൻ കയറിയത് എനിക്ക് ഓർമ്മയുണ്ട്. അന്ന് രാത്രിയിൽ കർത്താവ് ഇങ്ങനെ പറഞ്ഞു, ചിലതിനെ ശിക്ഷിച്ച് ഞാൻ ചില രോഗങ്ങൾ കൊടുത്തു, അവരെൻ്റെ അടുക്കൽ മടങ്ങി വന്നല്ലാതെ. അടിച്ചവൻ തന്നെ സൗഖ്യമാക്കിയേ മതിയാകൂ. അന്ന് എന്നെ ഏൽപ്പിച്ച ഒരു വാക്യമാണ്, ഞാൻ പറഞ്ഞില്ല, ചില സ്പെസിഫിക് വാക്യങ്ങൾ ദൈവമായി ഏൽപ്പിച്ചിട്ടുണ്ട്. ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിന്റെ താക്കോലുള്ളവന് ആ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് മടങ്ങി വരികയാണ്. ഇന്ന് പകൽ പൂട്ടിയവനല്ലാതെ മറ്റൊരുത്തന് തുറക്കാൻ ഒക്കത്തില്ല. അവൻ പൂട്ടിയാൽ പൂട്ടിയതാണ്. വരുവീൻ, നമ്മെ യഹോവയുടെ അടുക്കലേക്ക് മടങ്ങി വരാം. എൻ്റെ സഹോദരന്മാരെ, ആ വാക്യം പിന്നീട് ഒരിക്കൽ പാസ്റ്റർ PC എബ്രഹാം ഇവിടെ വന്നപ്പോൾ അദ്ദേഹം വിശദീകരിച്ചു. PC എബ്രഹാം ഇതിനകത്ത് ഈ ഹോളി വന്നെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവിടെ ഒരു റയർ ഒക്കേഷനിൽ ഒരു പക്ഷെങ്കിൽ നമ്മളെ കുറച്ച് ശക്തന്മാരായ ദൈവദാസന്മാരെ മാനിച്ച് ആദരിക്കാൻ വേണ്ടി വിളിച്ച കൂട്ടത്തിൽ PC എബ്രഹാം സാർ ഉണ്ടായിരുന്ന എൻ്റെ ഒരു തോന്നൽ. അങ്ങനെ ഒരു പ്രാവശ്യം വന്നു കാണും. അന്ന് മെസ്സേജ് ഒന്നും എടുത്തിട്ടില്ല. അദ്ദേഹം മെസ്സേജ് എടുത്തത് ഗംഗാനഗറിൽ മാത്രമേ ഉള്ളൂ. നമുക്ക് ഈ ലാൻഡ് കിട്ടിക്കഴിഞ്ഞപ്പോൾ മൈസൂറിലെ ബേച്ചാൻ ഒരിക്കൽ എന്നോട് ഒരു ദൂത് ഇങ്ങനെ പറഞ്ഞു, പട്ടണത്തിൻ്റെ മധ്യത്തിൽ റോഡ് സൈഡിലോട്ട് മാറി 3 ഏക്കർ ശിഷ്ടം നിന്നെ ഏൽപ്പിച്ചത് നിനക്കും നിൻ്റെ സഭയ്ക്കും വേണ്ടി മാത്രമല്ല, എൻ്റെ നാമത്തിനു വേണ്ടി അധ്വാനിച്ച് മുറിവേറ്റ പലരെയും ഒരു മാന്യമായി മാനിക്കുവാൻ ആളുകളെ കൊണ്ടൊക്കാതെ പോയിടത്ത് അങ്ങനെ മാനിക്കപ്പെടേണ്ട ചിലരെ വിളിച്ച് ആ സ്ഥലത്ത് വെച്ച് ഒന്ന് മാനിക്കാൻ പറഞ്ഞു. അങ്ങനെ മാനിക്കാൻ വേണ്ടി ചില പേരുകൾ ദൈവാത്മാവ് തന്നു. ആ കൂട്ടത്തിൽ ഒന്നായിരുന്നു PC എബ്രഹാം സാറിൻ്റെ പേര്. സാർ വന്നെന്നാണ് എൻ്റെ ഓർമ്മ വന്നിട്ടുണ്ടെന്ന്. ദാറ്റ്സ് ഓൺലി ഒക്കേഷൻ. എൻ്റെ ഓർമ്മയിൽ സാർ ഇവിടെ ശുശ്രൂഷിച്ചത് അന്നേ കാണത്തുള്ളൂ, അല്ലെങ്കിൽ ശുശ്രൂഷിച്ചില്ല, വന്നത് ആ ഒരു ഒക്കേഷനിലേ കാണത്തുള്ളൂ. നമ്മൾ അന്നൊരു മംഗളപത്രമൊക്കെ അടിച്ചു.
അന്ന് നമ്മളെ കൊണ്ട് ഒക്കുന്നതിൻ്റെ ഏറ്റവും നല്ല ഒരു കവറ് ഓരോരുത്തർക്ക് വേണ്ടി ഉണ്ടാക്കി. അവരെല്ലാം വിളിച്ച് ഒന്ന് മാനിച്ച്, കർത്താവ് നിങ്ങളെ ഉപയോഗിച്ചാണ് ഞങ്ങളെയൊക്കെ പണിതത്, കഴിഞ്ഞ തലമുറയിൽ നിന്നും ഈ തലമുറ ഏറ്റുവാങ്ങുകയാണ് എന്നൊക്കെ പറഞ്ഞു വിട്ടത് എനിക്ക് ഓർമ്മയുണ്ട്. അത് കൂട്ടത്തിൽ സാറുണ്ടായിരിക്കാം. പി സി എബ്രഹാം സാറ് അവിടെ വന്ന് ശുശ്രൂഷിക്കുമ്പോൾ പറഞ്ഞ ഒരു പദം എനിക്ക് ഓർമ്മയുണ്ട്, ദാവീദിൻ്റെ താക്കോലുള്ളവൻ. ഞാൻ പിന്നെ എൻ്റേതാക്കി പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. ഞാനൊരിക്കൽ ഞങ്ങളുടെ കൊച്ചുമക്കൾ 2 പേര് തമിഴ്നാട്ടിൽ ഒരു ഹോസ്റ്റലിൽ ചേർന്ന് പഠിക്കാൻ പോയി. അവിടെ ചെന്നപ്പോൾ ഞങ്ങളുടെ ആശിഷിൻ്റെ കയ്യിൽ ഒരു താക്കോലുണ്ടായിരുന്നു. ഇത്രയും ഒരു കൊച്ചു താക്കോല്, ഒരു പാറ്റ്ലോക്കിൻ്റെ. അവന് ഒരു ബാഗോ പെട്ടിയോ ഏതാണ്ട് അവിടെ വെച്ചിട്ടുണ്ട്, അത് പൂട്ടിയ താക്കോല. കർത്താവിനോട് ചോദിച്ചു, നിൻ്റെ താക്കോലൊന്നും എടുത്താൽ ഇത്രയും ചെറുതാണോ എന്ന് ചോദിച്ചു. അല്ല, അന്ന് എൻ്റെ കയ്യിൽ മിനിമം ഒരു 4-5 പെട്ടിയുടെയും എൻ്റെ വണ്ടിയുടെയും എല്ലാം കൂടെ താക്കോൽ ഒരുമിച്ച് ചേർന്നൊരു ബഞ്ചുണ്ട്. അത് കഴിഞ്ഞ് എന്നോട് ചോദിച്ചു, നീ ജോലി ചെയ്തുകൊണ്ടിരുന്ന നിൻ്റെ എയർഫോഴ്സിൻ്റെ ഓഫീസിൻ്റെ താക്കോൽ ഇത്രയാണോ? അല്ല, 1 കിലോഗ്രാം വരും ആ ഒരു ബഞ്ച്. അങ്ങനെയാണെങ്കിൽ ഒരു രാജാവിൻ്റെ കയ്യിലെ താക്കോൽ എന്നാ കാണുവിടാ? സകല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും താക്കോല. പി സി എബ്രഹാമിൻ്റെ നിന്നാണ് ഈ ആശയം ആദ്യം ലഭിക്കുന്നത്. സകല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും, രാജ്യത്തെ സകല കലവറകളുടെയും താക്കോല. അത് പറഞ്ഞു, ദാവീദിൻ്റെ താക്കോലുള്ളവനാ ഞാൻ. ഇന്ന് പകൽ വിദ്യാഭ്യാസ മണ്ഡലത്തിൽ എവിടെയെങ്കിലും പൂട്ടപ്പെട്ടോ, തുറന്നു വരുന്നത് ദാവീദിൻ്റെ താക്കോല. താക്കോല് കർത്താവിൻ്റെ ഇല്ല. 1-2 ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ താക്കോലുള്ള രാജാവിൻ്റെ കയ്യിൽ സകല ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും താക്കോല. ഇന്ന് പകൽ ദൈവം അയച്ച ഒരു ബാധ ആരുടെയും മേൽ വന്നോ, താക്കോല് ദൈവത്തിൻ്റെ ഇല്ല. ഇന്ന് പകൽ ദാവീദിൻ്റെ താക്കോലുള്ളവൻ ആരും അടയ്ക്കാതെ വണ്ണം തുറക്കുകയും ആരും തുറക്കാതെ വണ്ണം അടയ്ക്കുകയും ചെയ്യുവാൻ ദാവീദിൻ്റെ താക്കോലുള്ളവൻ്റെ അടുക്കൽ വന്ന തൃപ്പാദത്തിൽ വീഴുമെങ്കിൽ ഇന്ന് പകൽ തുറക്കേണ്ട ചിലതിനു വേണ്ടി നീളത്തിൽ തുറക്കുന്ന ദൈവകൃപയ്ക്കായി എൻ്റെ കർത്താവിനെ നന്ദിയോടെ സ്തുതിക്കുകയാണ്. എവിടേക്കാണ് വരേണ്ടത്? വെൻ ടു കം, എപ്പോഴാണ് വരേണ്ടത്? അയ്യോ ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുദപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തരും താന്താൻ്റെ വഴിക്ക് തിരിയുന്നു. അതിൻ്റെ ശേഷമുള്ള ഭാഗം ഞായറാഴ്ച ഞാൻ വായിച്ചതാണ്. ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു, കുറുപ്രാവും മീവൽപക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ഞാൻ 2ാമത്തെ ഭാഗം തൊട്ടതാണ്. പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞപ്പോൾ ഞാൻ വിശദീകരിച്ചത് ഓർമ്മയുണ്ട്. ന്യൂസിലൻഡിൽ ഒരിക്കൽ ഒരു സഹോദരൻ എന്നെ വിളിച്ചുകൊണ്ട് പോയി. നമ്മുടെ ഈ ചർച്ചിൽ ഉണ്ടായിരുന്ന ഒരു ബ്രദറാണ് എന്നെ ന്യൂസിലൻഡിൽ വിളിച്ചുകൊണ്ട് പോയി. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്ററെ, നിങ്ങളെ ഞാൻ ന്യൂസിലൻഡിലേക്ക് ഒരു വീസ തന്ന് വിളിക്കുകയാണ്, ന്യൂസിലൻഡിൽ വരണം. പക്ഷെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു സാമ്പത്തിക സഹായം ചെയ്യാൻ എനിക്ക് ഒരു നിവൃത്തിയുമില്ല. അതിനുള്ള സാമ്പത്തികം എനിക്കില്ല. ഞാനൊരു സ്പോൺസർ ലെറ്റർ ചർച്ചിൽ നിന്ന് ഉണ്ടാക്കിച്ച് തരാം. അത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പൈസ തരാൻ എൻ്റെ കയ്യിലില്ല. നിങ്ങൾക്ക് ആഹാരം തരാൻ എനിക്ക് നിവൃത്തിയില്ല. അദ്ദേഹം വിവാഹം കഴിച്ചത് ഒരു ആഫ്രിക്കക്കാരത്തെ പെണ്ണിനെയാണ്. അവൾക്കെല്ലാം കൂടെ ഇന്ത്യൻ ഫുഡ് ഉണ്ടാക്കാൻ അറിയാവുന്ന ചപ്പാത്തിയാണ്. അതുകൊണ്ട് ചപ്പാത്തി തരാം, വേറൊന്നും തരാൻ എനിക്കില്ല. ഈ കണ്ടീഷനിൽ എൻ്റെ അടുക്കൽ വരാമോ? നിങ്ങളെ ന്യൂസിലൻഡിൽ വിളിച്ചുകൊണ്ടിരാൻ പരിശുദ്ധാത്മാവ് പറയുന്നു. യാത്രയെല്ലാം സുഖത്തിനും സുഗമത്തിനും വേണ്ടിയാണെന്നൊന്നും ആരും തെറ്റിദ്ധരിക്കരുത്. എന്നോട് എന്ത് ചെയ്യും? ആത്മാവ് പറഞ്ഞു, ന്യൂസിലൻഡിൽ പോകണം, ഒരു വാതിൽ തുറക്കാനുണ്ട്. കൂടുതൽ പറഞ്ഞാൽ ശരിയാകില്ല, പക്ഷെ ഞാൻ ചില ഭാഗങ്ങൾ തൊടാം. തണുപ്പുള്ള കാലത്താണ് ഞാൻ അവിടെ ചെന്നത്. എല്ലാ വീടുകളിലും എയർ കണ്ടീഷൻ ഉണ്ട്, ഹീറ്റ് ഓൺ ചെയ്തിട്ടുണ്ട്. ആ സഹോദരൻ എന്നോട് പറഞ്ഞു, ഞാൻ പേര് നന്നായിട്ട് ഓർക്കുന്നുണ്ട്, പക്ഷെ ഞാൻ പേര് പറയുന്നില്ല. എന്നോട് പറഞ്ഞു, എൻ്റെ വീട്ടിൽ AC ഓൺ ചെയ്യാൻ പറ്റത്തില്ല, ഹീറ്റർ ഓൺ ചെയ്യാൻ ഒക്കത്തില്ല, എനിക്കതിനുള്ള സാമ്പത്തിക ശേഷിയില്ല. 2 പുതപ്പ് തരാം, അതുകൊണ്ട് പുതച്ചോണം. അതുകൊണ്ട് തണുപ്പ് തീരത്തില്ലെന്ന് എനിക്കറിയാം. ഞാൻ 2 ബോട്ടിലിനകത്ത് വെള്ളം തിളപ്പിച്ച് ബോട്ടിലിനകത്ത് അടച്ചു തരാം, അതും കൂടെ വെച്ചുകൊണ്ട് കിടന്നോണം. രാവിലത്തെ ആഹാരം ചപ്പാത്തിയാണ്, കൂടെ കൂട്ടാൻ പഞ്ചസാരയാണ്. വൈകിട്ടത്തെ ആഹാരം പഞ്ചസാരയാണ്, കൂടെ കൂട്ടാൻ ചപ്പാത്തിയാ. ഇത് 2 അല്ലാതെ വേറൊന്നില്ല. അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോവുകയാണ്. ഞാൻ ഈ രീതിയിൽ മുന്നോട്ട് പോയാൽ ഈ ഡിസംബർ തീരുന്നത് വരെ ജീവിക്കാനുള്ള പൈസ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേറൊരു രാജ്യത്തുനിന്ന് വരികയാണ്, അതിനോടകം എനിക്കൊരു ജോലി കിട്ടിയാലായി, ഇല്ലെങ്കിൽ അതുമില്ല. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഇവിടുത്തെ ആത്മമണ്ഡലത്തിൻ്റെ വാതിൽ തുറക്കാൻ ഒരാളിനെ ദൈവത്തിന് വേണം. നിങ്ങളെ കൊണ്ടുവരാൻ പറഞ്ഞ് അതിനുവേണ്ടി കൊണ്ടുവന്നതാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഒരു ദിവസം
രണ്ട് കുറേ താറാവുകൾ, ഞാൻ ഈ ഉദാഹരണം ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ആദ്യത്തെ പോർഷൻ തൊട്ടിട്ടില്ല, ഇനിയും പറയാൻ പോകുന്നു. ഇവിടെ പറഞ്ഞിട്ടുണ്ട് കുറേ താറാവുകൾ രണ്ട് വീടിനകത്തോട്ട് കയറി വരുന്നു. മീവൽ പക്ഷിയും കൊക്കും കുറുമ്പ്രാവും എന്നിവിടെ പറഞ്ഞിരിക്കുന്ന പുള്ളികളാണ് സീസണൽ ബേഡ്സ്. അത് ചൂടുകാലമാകുമ്പോൾ ന്യൂസിലൻഡിൽ വരും. അതിലെയൊക്കെ തിന്നു പെറുക്കി നടക്കും. മുട്ടയിട്ട് കുഞ്ഞുങ്ങളെ വിരിയിക്കും. തണുപ്പടുക്കുമ്പോഴത്തേക്ക് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിരിക്കും. ആ കുഞ്ഞുങ്ങളുമായി അത് ഫീജി ഐലൻഡിലേക്ക് പറന്നു പോകും. ആയിരക്കണക്കിന് കിലോമീറ്റർ ഉണ്ട്, അവിടേക്ക് പറന്നു പോകും. അവിടെ താമസിക്കും. അവിടെ അന്ന് ചൂടാ. വീണ്ടും അടുത്ത ചൂടുകാലമാകുമ്പോൾ ഈ പക്ഷികൾ ഇവിടെ വരും. എന്നാൽ ചില പക്ഷികൾ മുട്ടയിട്ടു. ആ പക്ഷികളുടെ മുട്ട വിരിയാൻ സമയമെടുത്തു. മുട്ട വിരിയാറായപ്പോൾ തണുപ്പ് തുടങ്ങിയത് കൊണ്ട് പക്ഷികൾക്ക് പോകാനൊക്കത്തില്ല. അതിൻ്റെ കുഞ്ഞുങ്ങളെ കൂടെ കൊണ്ടുപോകാൻ വേണ്ടി അത് വെയിറ്റ് ചെയ്യും. ഇത് വിരിഞ്ഞു തുടങ്ങിയപ്പോഴത്തേക്ക് പറക്കാൻ കഴിയാത്ത തണുപ്പായി പോയി. അങ്ങനെ പോകാനൊക്കാത്ത കൊക്കുകളാണ് ഈ കയറി വരുന്നത്. അവിടുത്തെ നാച്ചുറൽ സയൻസിൽ ആളുകളുടെ ശരീരത്തിന് ചൂട് കിട്ടേണ്ടതിന് ഇറച്ചി തിന്നോട്ടെന്ന് കണ്ട് പ്രകൃതി കൊടുത്തിരിക്കുന്ന സമ്പ്രദായമാണ്. നേരത്തിന് പറക്കാവുന്നതെല്ലാം അവിടുത്തെ ഗവൺമെൻറ് നിയമപ്രകാരം ഒന്നിനെയും പിടിക്കാൻ പറ്റത്തില്ല, കൊല്ലാൻ പറ്റത്തില്ല. അതുകൊണ്ട് പരസ്യമായി ഒന്നിനെയും കൊല്ലാൻ അദ്ദേഹം അനുവദിച്ചില്ല. എന്നാൽ ഈ പക്ഷികളെക്കുറിച്ച് അദ്ദേഹം ഇങ്ങനെ പറഞ്ഞു, ഇത് കാലത്തിന് പറക്കാഞ്ഞതാ. ഇതിൻ്റെ കൂടെ വന്ന പക്ഷികളെല്ലാം പറന്നുപോയി. കുറച്ച് പ്രാക്കൾ മാത്രമേ ഇവിടെ മിച്ചമുള്ളൂ. അതിൻ്റെ സീസൺ തിരിച്ചറിയാതെ പോയതാ. ഇവിടെ എടുത്തു പറഞ്ഞു, ആകാശത്തിലെ പെരിഞ്ഞാറ തൻ്റെ കാലം അറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങിവരവിനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. ദൈവത്തിനൊരു ന്യായമുണ്ട്. ഒരു ദിവസം അല്ലെങ്കിൽ ഒരു മണിക്കൂർ ഫിക്സ് ചെയ്യല്ല. ദൈവത്തിന് ദൈവത്തിൻ്റെതായ ന്യായമുണ്ട്. ഇത്ര മണിക്കൂറിനകം, ഇത്ര ദിവസക്കകം, ഇത്ര ആഴ്ചക്കകം ഇവൻ മടങ്ങി വരണമെന്നാണ് ദൈവത്തിൻ്റെ ന്യായമെങ്കിൽ എൻ്റെ ജനം അത് അറിയാതെ പോയി. എപ്പോഴാണ് വരേണ്ടത്? ദൈവത്തിൻ്റെ സമയത്താണ് വരേണ്ടത്. അയ്യോ, ഞാൻ എന്തു ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. ആ ഭാഗത്തിലേക്ക് ഞാൻ വരട്ടെ. ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് തൻ്റെ ദുഷ്ടപ്രവൃത്തിയെക്കുറിച്ച് ഒരുത്തനും അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പുറപ്പെടുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിഞ്ഞിരിക്കുന്നു. ഉപവസിക്കേണ്ട സമയം, പ്രാർത്ഥിക്കേണ്ട സമയം അതിന് വരാതെ വേണം. പലരും പലതിനും തിരിഞ്ഞിരിക്കുകയാണ്. ഞാൻ ഇതിനകത്തിരിക്കുന്നവരാരെങ്കിലും സമയത്തിന് വന്നവരെന്നോ ഇന്ന് വരാഞ്ഞവരെന്നോ ഒന്നുമല്ല ഞാൻ പറഞ്ഞത്. അവരവരുടെ മനസ്സാക്ഷിയിൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിൽ അവരവർക്ക് വിവേചിപ്പാൻ കഴിയുമല്ലോ. അങ്ങോട്ട് അവർ തിരിയുവാൻ ഞാനൊരു അവസരം വാതിൽ തുറന്നിടുക മാത്രമാണ് ചെയ്യുന്നത്. അയ്യോ, ഞാൻ എന്ത് ചെയ്തു പോയി എന്ന് പറഞ്ഞ് ആരും തൻ്റെ ദുഷ്ടതയെക്കുറിച്ച് അനുതപിച്ചില്ല. കുതിര പടയ്ക്ക് പായുന്നത് പോലെ ഓരോരുത്തൻ താൻ്റെ വഴിക്ക് തിരിയുന്നു. ആകാശത്തിലെ പെരിഞ്ഞാറ അതിൻ്റെ കാലം അറിയുന്നു. കുറുമ്പ്രാവും മീവൽ പക്ഷിയും കൊക്കും മടങ്ങി വരുവാനുള്ള സമയം അനുസരിക്കുന്നു. എൻ്റെ ജനമോ യഹോവയുടെ ന്യായം അറിയുന്നില്ല. എവിടേക്ക് വരയണം? യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്ക് വരണം. എവിടെയെങ്കിലും പോയി എന്നാൽ ഉപദേശം കേൾക്കാനല്ല. ഞാൻ ഈ കൊറോണ കഴിഞ്ഞ ശേഷം, കഴിഞ്ഞ കൊറോണിക് ഡിസീസ് പാൻഡമിക് കഴിഞ്ഞ ശേഷം ക്രിസ്തീയ സഭകളെക്കുറിച്ച്, പ്രത്യേകിച്ച് ഇന്ത്യയിലുള്ള ക്രിസ്തീയ സഭകളെക്കുറിച്ച് ഒരുപാട് പേര് ചേർന്നൊരു അപഗ്രഥനം എടുത്തതിൻ്റെ ഒരു ഭാഗം തൊടാം. ക്രിസ്ത്യൻ ചർച്ചസ് മൂന്നിലൊന്നായി കുറഞ്ഞു. പണ്ട് 3 പേര് ആരാധനയ്ക്ക് വന്നിരുന്നെങ്കിൽ ഇന്ന് 2 പേര് ഇൻ്റർനെറ്റിൻ്റെ മുമ്പിലാണ്. അങ്ങനെ ഇൻ്റർനെറ്റ് കണ്ടു തുടങ്ങുമ്പോൾ തമാശ പറയുന്ന വിഡ്ഢികൾ ഇഷ്ടം പോലുണ്ട്. വിഡ്ഢിത്തം പറയുന്ന മഹാന്മാർ ധാരാളമുണ്ട്. ദുരുപദേശം പ്രചരിപ്പിക്കുന്നവർ ഒത്തിരി ഉണ്ട്. ഇതിൻ്റെ എല്ലാം മുമ്പിൽ മനം മയങ്ങി ഇരുന്നു പോയി യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്ക് മടങ്ങി വന്നില്ല. ഞാൻ ഈ കഴിഞ്ഞ ചില ദിവസങ്ങളിലായി ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന ശക്തിയേറിയ കർത്തൃദാസന്മാരിൽ പലരെ കാണുവാനും അവരോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ കേട്ടതും ഇത് തന്നെയാണ്. കൊറോണയോടുകൂടെ ക്രിസ്ത്യാനിറ്റി 3-1 ചുരുങ്ങി. ബാക്കിയുള്ളവർ യജമാനൻ്റെ പുൽത്തൊട്ടിയിലേക്കല്ല, കണ്ട വഴിയെ കൂടെ തിരിയാൻ തുടങ്ങി. ഇന്ന് പകൽ മടങ്ങി വരുന്നവർക്കായി, ഈ ദിവസങ്ങളിൽ തിരുസന്നിധിയിൽ തിരിച്ചെത്തുന്നവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുകയാണ്. എന്നെ ഏൽപ്പിച്ച പ്രത്യേക സബ്ജക്റ്റ് ഇന്ന് ഉച്ചകൊണ്ട് തീർക്കുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇപ്പോഴാകുന്നു രക്ഷാ ദിവസം. അത് യെശയ്യാവ് 61:2 യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിൻ്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെ ഒക്കെയും ആശ്വസിപ്പിപ്പാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ഇന്ന് പകൽക്കാലം കർത്താവ് പറയുകയാണ്, ആ പഴയ ഇമ്മാനുവേൽ, സ്തോത്രം, അതെവിടെയെങ്കിലും ഒന്ന് ചേർക്കണം. ആ പഴയ ഇമ്മാനുവേല് ഒരിക്കൽ തേണ്ടതിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ ദേവാലയത്തിലേക്ക് നടന്നു കയറി
പതിവ് പോലെ വായിക്കുവാൻ എഴുന്നേറ്റ് നിന്ന് യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്ന് അവൻ എന്നെ അഭിഷേകം ചെയ്തിരിക്കയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേൽ ഇരിക്കുന്നുവെന്ന് പറഞ്ഞ ആ ഇമ്മാനുവേൽ, ദൈവസഭയുടെ മൂലക്കല്ലായി അവരോധിക്കപ്പെടേണ്ട ആ ഇമ്മാനുവേൽ പറയുകയാണ്, എൻ്റെ കയ്യിൽ ഒരാത്മാവുണ്ട്, നിങ്ങൾ ഇവിടെ വന്നാൽ അതാണ് നിങ്ങളുടെ മേൽ പകരുവാനുള്ളത്. ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും ദുഃഖിതന്മാരെയും ഒക്കെയും ആശ്വസിപ്പിക്കാനും അവൻ എന്നെ അയച്ചിരിക്കുന്നു. ദയവായിട്ട് ഈ വാക്യം ഇവിടെ നിന്ന് ഞാൻ വായിക്കുന്നത് നമുക്ക് ഒരു കമ്പാരിസണും കൂടി എടുക്കാം. ചില അക്കാഡമിക് ഇൻഫർമേഷൻ ഞാൻ ഇതുവരെയും പറഞ്ഞു വന്നത് അക്കാഡമിക് ഇൻഫർമേഷൻ അല്ല, ഇത് സ്പിരിച്വൽ ഇൻഫർമേഷൻ മാത്രമാണ്. പക്ഷെ ശകലം അക്കാഡമിക് ഇൻഫർമേഷൻ കൂടെ എടുക്കാം. ആരെങ്കിലും ഒരാൾ ദയവായി യെശയ്യാ 61:2 വായിച്ചാട്ടെ. വേറൊരാൾ മത്തായിയുടെ സുവിശേഷം 4-5 അധ്യായത്തിലായിരിക്കും യേശു ഈ വേദഭാഗം ദേവാലയത്തിൽ വായിക്കുന്നത് കാണാം. ആ ഭാഗവും കൂടെ ഒന്ന് എടുക്കണം. ആദ്യമേ യെശയ്യാ 61:2 വായിച്ചാട്ടെ. യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. മതി. യഹോവയുടെ പ്രസാദ വർഷവും ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും, 2 കാര്യങ്ങൾ പ്രസിദ്ധമാക്കുവാനാണ് എന്നെ അയച്ചിരിക്കുന്നത് എന്ന് യെശയ്യാവ് അവിടെ പറഞ്ഞു. എന്നാൽ യേശു ഈ തിരുവചന ഭാഗം ദേവാലയത്തിൽ നിന്ന് വായിക്കുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 5-ലും ലൂക്കോസിന്റെ സുവിശേഷം 4-ലുമുണ്ട്. ആ ഭാഗം കൂടെ ദയവായി ഒന്ന് എടുത്താട്ടെ, എവിടുന്നെങ്കിലും എടുത്താട്ടെ. ലൂക്കോസ് 4-ൽ നിന്നായാലും കുഴപ്പമില്ല, മത്തായി 5-ൽ നിന്നായാലും കുഴപ്പമില്ല. ആ ഭാഗം ഒന്ന് എടുത്താട്ടെ. ഒരു ചെറിയ വ്യത്യാസം കാണാം. അവൻ പുരുഷാരത്തെ കണ്ടാറേ മലമേൽ കയറി. നോ എത്രാമത്തെ വാക്യം ഒന്ന് നോക്കി. അവൻ പുസ്തകം വിടർത്തി ഈ ഭാഗം എടുത്തു പറയുന്നുണ്ട്, വായിച്ചു എന്ന്. യെശയ്യാവിന്റെ പുസ്തകം അവന് ലഭിച്ചു. അവൻ പുസ്തകം വിടർത്തി ബദ്ധന്മാരോട് സുവിശേഷം അറിയിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു എന്ന ഭാഗം കണ്ടു എന്ന് എഴുതിയിട്ടുണ്ടാവുന്നു. വായിച്ചാട്ടെ. 4:16 വായിച്ചാട്ടെ. യെശയ്യാ പ്രവാചകൻ മുഖാന്തരം അരുളിച്ചത് നിവർത്തിവാൻ ഇടവന്നു. അന്നു മുതൽ യേശു സ്വർഗരാജ്യം സമീപിച്ചു. ഒരു വാക്യം മേളിൽ നിന്ന് വായിരെ. എന്ന് എഴുതിയിരിക്കുന്ന ഭാഗം കണ്ടു എന്നുള്ളതിന്റെ മേളിലത്തെ വാക്യമാണ് വേണ്ടത്. സെബുലൂൻ ദേശവും. എൻ്റെ കണ്ണുപോയി. കണ്ണിന് കാഴ്ചയുള്ള സഹോദരന്മാർ ആരെങ്കിലും ഒന്ന് നോക്കി എടുക്കാമോ? ദുഃഖിതൻ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ. അത് എത്രാമത്തെ വാക്യമാണ്? ലൂക്കോസ് 4:18. 4 വായിച്ചാട്ടെ. ദരിദ്രന്മാരുടെ സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എൻ്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അവിടെ പ്രതികാര ദിവസം എന്നുള്ള പദം വിട്ടുകളഞ്ഞു. കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാൻ എന്നെ അയച്ചു. യേശുവേ, യെശയ്യാവിനെ അയച്ചത് അങ്ങ് തന്നെയല്ലേ? യെശയ്യാവല്ലയോ പറഞ്ഞത് പ്രസാദ വർഷവും പ്രതികാര ദിവസവും പ്രസംഗിപ്പാനാണ് അയച്ചതെന്ന്? അങ്ങ് എന്തേ ആ വാക്യം വിഴുങ്ങിക്കളഞ്ഞത്? മോനെ, പ്രതികാര ദിവസത്തിന് ഞാനൊരു വരവ് വേറെ വെച്ചിട്ടുണ്ട്. ഈ വന്ന വരവ് പ്രസാദ വർഷം പ്രസംഗിക്കാനാണ്. പ്രതികാര ദിവസം പ്രസംഗിക്കാൻ ഞാൻ ഇനി ഒന്ന് വരും. അന്ന് പ്രസാദം പറയത്തില്ല. ഭൂമി ഉണ്ടായത് മുതൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത കഷ്ടകാലം നമ്മുടെ തലമുറയിൽ തന്നെ വരും. പ്രതികാര ദിവസം പ്രസംഗിക്കുന്ന ഒരു സമയം വരും. ഞാൻ ഇന്ന് വന്നത്, ഇമ്മാനുവേൽ വന്നിരിക്കുന്നത് സഭയ്ക്ക് മൂലക്കല്ലിടാനാ, സഭയുടെ അടിസ്ഥാനം കെട്ടാനാ. ഈ സഭയെ ഞാൻ ഇവിടെ നിന്ന് മാറ്റും. ഞായറാഴ്ച നമ്മൾ അവിടെ പോകും. ഈ സഭയെ ഞാൻ ഇവിടെ നിന്ന് മാറ്റി വെച്ചാൽ വീണ്ടും ഒരു വരവുണ്ട്. പ്രതികാര ദിവസം പ്രസംഗിക്കാൻ വേണ്ടി വരുന്ന വരവാ. അന്ന് ആർക്കും വിടുതലും രക്ഷയുമില്ല. അതിനെ 2ആയിട്ട് യേശു സ്പ്ലിറ്റ് ചെയ്തു. അവൻ എന്നെ അയച്ചിരിക്കുന്നു. 2 കൊരിന്ത്യർ 6:2 പ്രസാദകാലത്ത് ഞാൻ നിനക്ക് ഉത്തരമരുളും, രക്ഷാ ദിവസത്തിൽ ഞാൻ നിന്നെ സഹായിക്കുമെന്ന് അവൻ അരുളി ചെയ്തുവല്ലോ. ഇപ്പോളാകുന്നു സുപ്രസാദകാലം, ഇപ്പോളാകുന്നു രക്ഷാ ദിവസം. 1-ാമത്തെ വരവിനകത്ത് ചെയ്യുവാനുള്ളത് ദൈവത്തിന്റെ പ്രസാദ വർഷം പ്രസംഗിക്കുക. ആ പ്രസാദ വർഷത്തിന്റെ അന്തിമ നിമിഷങ്ങളിൽ ഒന്നിലാണ് ഞാൻ നിങ്ങളും വന്നു നിൽക്കുന്നത്. ഉറച്ച നിലവിളിയോടും അനുതാപവാക്യങ്ങളോടും കൂടെ യഹോവേ ക്ഷമിക്കണമേ എന്ന് പറഞ്ഞ് വസ്ത്രങ്ങളെ ഹൃദയങ്ങളെ കീറി ദൈവസന്നിധിയിലേക്ക് അടുത്തു വരാം. എവിടെ വരണം? യജമാനന്റെ പുൽത്തൊട്ടിയിൽ. കണ്ട ക്രിട്ടിക്കിന്റെ പുറകെ പോകരുത്.
അനാവശ്യം പറയുന്നവന്റെ പുറകെ തിരിയരുത്. ദൈവത്തോട് അടുക്കുവാനായി വരുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. എപ്പോഴാണ് വരേണ്ടത്? നീവൽപക്ഷിയും കൊക്കിനും അറിയാമെങ്കിൽ നിനക്കെന്തേ കുഞ്ഞെ അറിയാൻ വയ്യാത്തത്? എൻ്റെ ആത്മാവ് ഇടപെടുന്നില്ലേ? ഇനിയും ഞാൻ പ്രതികാര ദിവസത്തിന് വേണ്ടി വന്നാൽ പതിര് കെടാത്ത തീയിലിട്ട് ചുട്ടുകളയും. ആ ഒരു പദം ഭയങ്കര ഗൗരവമായി കഴിഞ്ഞ രാത്രി ദൈവാത്മാവ് ഇടപെട്ടതാ. മത്തായിയുടെ സുവിശേഷം 3:12 വീശുമുറം അവൻ്റെ കയ്യിലുണ്ട്. അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിൽ ഇട്ട് കളയുകയും ചെയ്യും. നമ്മളൊക്കെ നെല്ല് പാറ്റിയെടുക്കുന്നത് കണ്ടിട്ടുണ്ട്. നെല്ല് കൊയ്ത ശേഷം അത് പാറ്റി അതിൻ്റെ പതിര് വേർതിരിക്കാറുണ്ട്. നമ്മളാരും പതിരിനെ കുറിച്ച് ബോധമല്ല. അത് കളഞ്ഞേച്ച് നെല്ലും വാരിക്കൊണ്ട് പോകല്ലേ ഉള്ളൂ. കറക്റ്റ് അല്ലേ? കർത്താവ് പറഞ്ഞു, നോ ഈക്വൽ പ്രയോറിറ്റിയാ. നെല്ല് കളപ്പുരയിൽ കൂട്ടിയേച്ച് പതിരിനെ ഞാൻ വിടത്തില്ല, അതിനെ ഞാൻ ചുട്ടിരിക്കും. കർത്താവേ, അതെന്താ? കഴിഞ്ഞ രാത്രിയിൽ പരിശുദ്ധാത്മാവിനോട് ഇടപെട്ടത് ഇതാ. ഞാൻ ഇട്ട വളം മുഴുവനും ഇത് കൊണ്ടുപോയതാ. എമ്മേ വർഗീസ് എഴുന്നേറ്റ് നിന്ന് പ്രസംഗിക്കുന്ന പ്രസംഗം 10 പേരെ ക്രിസ്തുവിൽ തികവിലേക്ക് നടത്തിയെങ്കിൽ ബാക്കി 5 പേർക്ക് എന്നെ പറ്റി നീ ആ വളം വാങ്ങി തിന്നതല്ലേ, എന്നിട്ടല്ലേ പതിരായി മാറിയത്, അതിനെ ഞാൻ വിടത്തില്ല. മത്തായിയുടെ സുവിശേഷം 3:10 ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവടിന് കോടാലി വെച്ചിരിക്കുന്നു. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം തീയിലിട്ട് ചുട്ടുകളയും. സാധാരണക്കാരൻ നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം കണ്ടാൽ ഒരിക്കലും വെട്ടി ചൂടാറില്ല, വെട്ടി വേറൊരു ഉപയോഗത്തിന് കൊണ്ടുപോകേ ഉള്ളൂ. എന്നാൽ ഈ യജമാനന്റെ പ്രത്യേകത, ഞാൻ അങ്ങോട്ടും വരാൻ പോവാ, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് ചുട്ടുകളയും. കളഞ്ഞിച്ചു പോകുകയല്ല, ശിക്ഷിച്ചേ മാറത്തുള്ളൂ. കാരണമുണ്ട്, നിലത്തെ നിഷ്ഫലമാക്കുന്ന വൃക്ഷമാണത്. ലൂക്കോസിന്റെ സുവിശേഷം 13:7-8 വാക്യങ്ങളിൽ ഇത് പാസ്റ്റർ പി.ഡി. ജോൺസൺ ഇവിടെ എടുത്തതാ. ഈ കോണ്ടസ്റ്റിലല്ല, വേറൊരു കോണ്ടസ്റ്റിലാണ് അദ്ദേഹം എടുത്തത്. അദ്ദേഹം പറഞ്ഞു, ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിലെല്ലാം കോടാലി വെച്ചിരിക്കുകയാണ്. ഈ ഓരോ വൃക്ഷം നടുമ്പോഴും അതിൻ്റെ കൂടെ തന്നെ ഒരു കോടാലി ഉണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. പി.ഡി. ജോൺസൺ അങ്ങനെ ആ വാക്യം വായിച്ചാൽ, ഓരോ വൃക്ഷവും നടുന്ന സമയത്ത് വൃക്ഷത്തിൻ്റെ ചോട്ടിൽ തന്നെ ഒരു കോടാലിയും വെച്ചിട്ടുണ്ട്. കാര്യം വെട്ടണമെന്ന് തോന്നിയാൽ പിന്നെ കോടാലി തപ്പി പോകേണ്ട കാര്യമൊന്നുമില്ല. അന്നേരം തന്നെ വെട്ടാൻ വേണ്ടി വൃക്ഷം നടുമ്പോൾ തന്നെ കൂട്ടത്തിലൊരു കോടാലിയും ഉണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവ് കോടാലിയായിരിക്കും, ഭർത്താവിന് ഭാര്യ കോടാലിയായിരിക്കും, മക്കൾ അന്യോന്യം കോടാലികളായിരിക്കും, പള്ളിക്കകത്ത് കുറേ കോടാലികൾ കാണും. ഇങ്ങനെ കുറേ കോടാലിയെ കൂടെ ദൈവം വെച്ചിട്ടുണ്ട്. നമ്മൾ കോടാലി കളിക്കാറില്ലെന്ന് മാത്രമേ ഉള്ളൂ. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമൊക്കെയും വെട്ടി തീയിലിട്ട് ചുട്ടുകളയേണ്ടതിന് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ കോടാലി വെച്ചിട്ടുണ്ട്. പാസ്റ്റർ പി.ഡി. ജോൺസന്റെ വ്യാഖ്യാനമാണ് ദൈവവചനത്തിൽ അങ്ങനെ തന്നെ എഴുതിയിരിക്കുന്നത്. എന്നാൽ എന്തുകൊണ്ടാണ് വെട്ടിക്കളയാത്തത്? ഇവിടെ യജമാനൻ വന്ന് വെട്ടാൻ പറയുന്നതിൻ്റെ കാരണം ഇത് നിലം പാഴാക്കുന്നത് കൊണ്ടാ. ഇത് നിലം പാഴാക്കുന്നത് കൊണ്ടാ. ഇന്ന് പകലിവിടെ തിരുവനന്തപുരത്ത് നിന്ന് സഹോദരന്മാർ വന്നിട്ടുണ്ട്. ദേശത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ വന്നിട്ടുണ്ട്. ഒരു ജോലിയും ഇല്ലാത്തവര്, വരാൻ സമയവും സാഹചര്യവും ധാരാളമുള്ളവർ, വരാതിരിക്കുന്നവരുമുണ്ട്. ഒരു കൂട്ടർക്ക് വേണ്ടപ്പോൾ വേറൊരു കൂട്ടർക്ക് വേണ്ട. വന്നിരുന്നിട്ടും പ്രയോജനപ്പെടുത്തുന്നില്ലെങ്കിൽ അവനെയാണ് നിലം പാഴാക്കുന്നവനെന്ന് വിളിക്കുന്നത്. ദൈവം കൊടുത്ത വളവും തിന്ന്, ദൈവം കൊടുത്ത വെള്ളവും കുടിച്ച് ഒക്കെ ഇരിക്കുക. ഞാൻ ഇതിനോട് ചേർത്ത് വേറൊരു വാക്യം കണക്ട് ചെയ്തോട്ടെ. ഒരിക്കൽ യേശു ഇങ്ങനെ പറഞ്ഞു, ധനികനായ ഒരു മനുഷ്യൻ്റെ വയൽ നന്നായി വിളഞ്ഞു കഴിഞ്ഞപ്പോൾ അവൻ പറഞ്ഞു, ഞാൻ എൻ്റെ കളപ്പുരകൾ വലുതാക്കി പണിയും, ഞാൻ തിന്നുകുടിച്ച് ആനന്ദിക്കും, ആണ്ടേക്കാണ്ട് വേണ്ടത് മുഴുവൻ ഇതിനകത്ത് കൂട്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് യേശു പറഞ്ഞു, മൂഢാ, ഇന്ന് രാത്രിയിൽ എൻ്റെ പ്രാണൻ നിന്നോട് ചോദിച്ചാൽ നീ ഉണ്ടാക്കിയത് ആർക്കാകും? അതവിടെ നിൽക്കട്ടെ. ഒരിക്കൽ പരിശുദ്ധാത്മാവ് ഒരു കർത്തൃദാസൻ മുഖേന ഇടപെട്ടതാ. നേവൽ ഹെഡ്ക്വാർട്ടേഴ്സിൽ അണ്ടർ വാട്ടർ പ്രൊപ്പാഗേഷനെ കുറിച്ച് എക്സ്പെരിമെന്റ് നടത്തിക്കൊണ്ടിരുന്ന ഒരു സീനിയർ സയന്റിസ്റ്റ് ഉണ്ടായിരുന്നു, ദാസങ്ങൾ ഇന്ന് ഭൂമിയിലില്ല, നിത്യതയിൽ ചേർക്കപ്പെട്ടു. ദാസങ്ങൾ ഒരിക്കൽ പറഞ്ഞ ഒരു വ്യാഖ്യാനം എൻ്റെ ഓർമ്മയിലുണ്ട്. ധനികനായവൻ്റെ വയൽ മാത്രമേ വിളയത്തുള്ളൂ, അല്ലാത്തവൻ്റെ വയൽ വിളയില്ല. അത് സമയത്തിന് വളമിടുവാൻ, സമയത്തിന് കളപറിക്കാൻ, സമയത്തിന് വെള്ളമടിക്കാൻ ധനികനെ കൊണ്ട് ഊക്കു, ദരിദ്രനെ കൊണ്ട് പണി നടക്കുകയില്ല. ധനികൻ്റെ വയൽ മാത്രമേ വളരൂ. ഇന്ന് പകൽ ഇതിനകത്തിരിക്കുന്ന ഏരിയ ലീഡേഴ്സ്, നമ്മൾ വളരെ ഗൗരവമായും ആത്മാർത്ഥമായും നമ്മളോട് തന്നെ പറയുക, നിങ്ങളുടെ ഏരിയ വളരുന്നുണ്ടോ? ഇല്ലെങ്കിൽ
നേരത്തിന് ഏതോ ചെയ്യുന്നില്ല എന്ന് മറക്കരുത്. നാളെ എനിക്ക് സൺഡേ സ്കൂൾ ടീച്ചേഴ്സിനോടും കുഞ്ഞുങ്ങളോടും സംസാരിക്കണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. കുടുംബത്തിൽ നിന്നൊരാൾ മരിച്ചു പോയതുപോലെ ഒരു ഭയങ്കര ഭാരത്തിലാണ് ഞാൻ ഈ ഒരാഴ്ച. എൻ്റെ ഭാവി എന്ത്, സഭയുടെ ഭാവി എന്ത്, ഭാരതത്തിന് വേണ്ടി എന്ത് ചെയ്യുവാൻ അടുത്ത തലമുറയെ ഉപയോഗിക്കാൻ കഴിയും? എവിടെയെങ്കിലും വളരാതെ പോയെങ്കിൽ തിരിച്ചറിയുക, ധനികനായവൻ അവിടെ ഇല്ല. അതുകൊണ്ടാണ്. ധനികനായവനാണെങ്കിൽ സമയത്തിന് പ്രവാചകന്മാർ, സമയത്തിന് രോഗശാന്തിക്കാർ, സമയത്തിന് ശുശ്രൂഷകന്മാർ, സമയത്തിന് ദൈവിക ആലോചന ദൈവസഭയ്ക്ക് കൊടുക്കുവാൻ ധനികനായ യജമാനന് കഴിയും. ധനികനായ യജമാനൻ തൻ്റെ വിളവിന് നന്നായി വിളയുന്നവനാണ്, നന്നായി അധ്വാനിക്കുന്നവനാണ്. ഒന്ന്, കാളതൻ്റെ യജമാനനെ അറിയണം, പുൽത്തൊട്ടി അറിയണം, ദൈവസഭയ്ക്ക് വേണ്ടി ദൈവം നിങ്ങളെ നട്ടിരിക്കുന്ന ഇടത്ത് വരണം. 2, ദൈവത്തിൻ്റെ സമയത്ത് വരണം. 3, ഈ തന്നത് മുഴുവനും അനുഭവിക്കണം. ലൂക്കോസ് 13:7 അവൻ തോട്ടക്കാരനോട്, ഇപ്പോൾ 3 സംവത്സരമായി ഈ അത്തിയിൽ ഫലം തിരഞ്ഞു വരുന്നു, കാണുന്നില്ല താനും. സത്യമാണോ സഹോദരന്മാരെ? വർഗീസേ, നിന്റെ കാര്യത്തിൽ സത്യമാണോടാ? തമ്പുരാനെ, അല്ലെന്ന് പറയാൻ കൃപ തന്നതിനായി സ്തോത്രം. കഴിഞ്ഞ 3 വർഷമായി ഞാൻ ഈ വൃക്ഷത്തിന്റെ അടുക്കൽ ഫലം തിരഞ്ഞു വരുന്നു. കർത്താവ് ഒരിക്കലും ഇലയുടെ ഭംഗി കാണാൻ വരത്തില്ല. കർത്താവ് ഒരിക്കലും തണൽ അനുഭവിക്കാൻ വരത്തില്ല. കർത്താവ് വരുന്ന ഫലം പറിക്കാൻ വേണ്ടിയാ. ഫലം കായ്ക്കുന്നുണ്ടോ? 3 വർഷമായി ഞാൻ ഫലം അന്വേഷിച്ചു വരുന്നു, കാണുന്നില്ല താനും. അതിനെ വെട്ടിക്കളക. അത് നിലത്തെ നിഷ്ഫലമാക്കുന്നത് എന്തിനെന്ന് പറഞ്ഞു. മുമ്പേ പതിര് കത്തിച്ച് കളഞ്ഞല്ലോ. ഇവിടെ മരം വെട്ടുകയാ. എന്താ പതിരെ? ഞങ്ങളാരും പതിര് കത്തിക്കാറില്ല, നെല്ലും കൊണ്ട് മാറുകയുള്ളൂ. യജമാനൻ പറഞ്ഞു, പക്ഷെ ഞാൻ അങ്ങനല്ല. ചങ്കിലെ ചോര ചിന്തിയതാ, വില മുടക്കിയതാ. ഒരു പട്ടാപ്പകൽ സമയത്ത് മധ്യാഹ്ന വെയിലിൽ 2 കള്ളന്മാരുടെ മധ്യേ പ്രപഞ്ചത്തിന്റെ സൃഷ്ടാവായ ഞാൻ എലി എലി ലമ്മാ ശബക്താനി എന്ന് ഉറക്ക നിലവിളിച്ച് വില മുടക്കിയതാണ്. ഇത് ഫലം കായ്ക്കുന്നില്ലെങ്കിൽ ചുട്ടുകളകയെ നിവർത്തിയുള്ളൂ. ഇതിനകത്ത് പതിര് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിനകത്ത് പതിര് അംഗീകരിക്കാൻ പറ്റത്തില്ല. ഇതിനെ ചുട്ടുകളകയെ പറ്റൂ. കർത്താവെ, സാധാരണ വ്യക്തികൾ മരം വെട്ടിയാൽ അത് വേറെന്തെങ്കിലും ഉപയോഗിക്കുകയുള്ളൂ. അങ്ങെന്ത് ചുട്ടുകളയുന്നത്? ഞാൻ ഇതിന് വളമിട്ടതാണ്, ഞാൻ ഇതിന് വെള്ളം കോരിയതാണ്, ഇതിൽ നിന്ന് ഫലം ലഭിക്കുന്നില്ല. എന്തിന് എന്ന് പറഞ്ഞു. 8ാമത്തെ വാക്യത്തിൽ അതിനവൻ, കർത്താവേ, വേലക്കാരൻ ചോദിക്കുകയാണ്, തോട്ടക്കാരൻ ചോദിക്കുകയാണ്. അതിനവൻ, കർത്താവേ, ഞാൻ ഇതിന് ചുറ്റും കിളച്ച് വളമിടുവോളം ഈ ആണ്ടും കൂടെ നിൽക്കട്ടെ, മേലാൽ കായ്ച്ചെങ്കിലോ, ഇല്ലെങ്കിൽ വെട്ടിക്കളയാമെന്ന് പറഞ്ഞു. ഇത് പാസ്റ്റർ പി ഡി ജോൺസൺ പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. കർത്താവ് തന്നിരിക്കുന്ന എക്സ്പെരിമെന്റൽ പീരീഡ് ആണെങ്കിൽ മടങ്ങി വരാം, നമുക്കവന്റെ അടുക്കൽ മടങ്ങി വരാം. കർത്താവേ, ഈ കൊല്ലം ഫലം കായ്ക്കുമോ എന്ന് അറിയുവാൻ ഒരു സെപ്റ്റംബർ കൂടെ വെച്ചതാണെങ്കിൽ ഫലം കായ്ക്കുവാൻ വേണ്ടി ദൈവസന്നിധിയിൽ മടങ്ങി വരാം. ഞാൻ മടങ്ങി വരട്ടെ. പഴയ നിയമത്തിൽ ശലോമോനോട് ഭയങ്കര ആലയം പണിതു. ഈ മുഴുവൻ ആലയവും കൂടെ ചേർന്നാൽ എൻ്റെ യേശുവിനെ ചിത്രീകരിക്കുന്നതാ. ഈ മുഴുവൻ ആലയവും കൂടെ ചേർന്നാൽ എൻ്റെ യേശുവിനെ ചിത്രീകരിക്കുന്നതാണ്. നാം അവിടെയാണ് വരേണ്ടത്. കൃപയാൽ നമ്മൾ അവിടെ വന്നിരിക്കുന്നത്. ഇവിടെ വേറെ ആരെയും ഉയർത്താൻ നമുക്കൊന്നുമില്ല. ഇവിടെ മറ്റൊന്നിനെ നമുക്ക് ഉയർത്താനില്ല. കാൽവറി ഉയർത്തപ്പെട്ട യേശു അല്ലാതെ, സാക്ഷാൽ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും ഉയർത്തുവാൻ നമുക്ക് ഇവിടില്ല. പാരമ്പര്യങ്ങളിൽ ആശ്രയിക്കാനില്ല. നമുക്ക് യാതൊന്നിലും ആശ്രയിക്കാനില്ല. ഇന്ന് പകൽക്കാലം ആശ്രയിക്കാനുണ്ടെങ്കിൽ എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും താൻ കുരിശും. എനിക്ക് പാട്ടും പ്രശംസയും ദൈവകുഞ്ഞാടും താൻ കുരിശും മാത്രമാണ്. തന്റെ ശലോമോന്റെ ദേവാലയത്തിലേക്ക് വന്നു. 1 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 4-5 വാക്യങ്ങളിൽ ശലോമോൻ ജനത്തെ അനുഗ്രഹിച്ചു പറഞ്ഞെന്ന് പറഞ്ഞാലും പ്രാർത്ഥിക്കുക ചെയ്തത്. ജനത്തെ അനുഗ്രഹിച്ചേച്ച് അദ്ദേഹം പ്രാർത്ഥിക്കുകയായിരുന്നു. തിരുവായി കൊണ്ട് അരുളി ചെയ്ത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്ന ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. സ്തോത്രം. തിരുവായി കൊണ്ട് കൽപ്പിച്ച്, കർത്താവെ, ഞങ്ങളാരും നോക്കിയാൽ ഇത് ഒക്കത്തില്ല. 1.5 ലക്ഷം ജോലിക്കാർ സിലോൺ മുതൽ ഇങ്ങോട്ട്, ഞാനത് എഴുത്തുകാരുടെ കാര്യം മാത്രം പറയാം, ബൈബിൾ ആധാരമല്ല. സിലോൺ മുതൽ ഇങ്ങോട്ട് ഇസ്രയേൽ വരെയുള്ള, അവിടെ മുതൽ കിഴക്കോട്ടുമുള്ള ഏറ്റവും 1-ാം തരം പണിക്കാരെ ഒരുമിച്ച് കൂട്ടി 1.5 ലക്ഷം ആളുകൾ ചേർന്ന് പണി ചെയ്ത് ഉയർത്തിയ അതിമനോഹരമായ ഒരു കെട്ടിടം. അക്കാലത്തെ അത്ഭുതമായ ഒരു കെട്ടിടം. ചുറ്റുമുള്ള രാജാക്കന്മാരൊക്കെ സഹായിച്ചു.
അങ്ങനെ അത്ഭുതകരമായ ഒരു കെട്ടിടം ശുശ്രൂഷിക്കുവാൻ നിൽക്കുന്നവർ, കാലങ്ങൾക്ക് മുന്നമേ തിരഞ്ഞെടുത്ത ലേവി ഗോത്രത്തിൽ നിന്ന് ജനിച്ചവർ, ദൈവത്തിൻ്റെ അളവുകളും കണക്കുകളും അനുസരിച്ച് സകല പ്രമാണങ്ങളും സൂക്ഷിക്കുന്നവർ, തങ്ങളെ തന്നെ കൂറുകളുടെ ക്രമം നോക്കാതെ ശുദ്ധീകരിച്ച് ദൈവത്തിൻ്റെ ആലയത്തിൽ വന്ന് പാടുന്നവർ, അവർ പാടുന്ന പാട്ടിന്റെ നടുവിൽ സ്വർഗം ഇറങ്ങി വന്ന സ്ഥലം, സ്വർഗം ഇറങ്ങി വന്ന സ്ഥലം, സ്വർഗം ഇറങ്ങി വന്ന സ്ഥലം, അതാണ് ആലയം. ദൈവം അങ്ങനെ ഒരു സ്ഥലത്ത് നമ്മളെ കൊണ്ട് ഇരുത്തിയത് ഇറ്റ്സ് നോട്ട് ജോക്ക്, ഇറ്റ്സ് നോട്ട് ജോക്ക്. ചർച്ചിൽ നിന്ന് ആദ്യമേ ആത്മവിവശതയിലായി സ്വർഗത്തിലും നരകത്തിലും ഉള്ള ദൃശ്യങ്ങൾ കാണിച്ച ഒരു പെൺകുഞ്ഞ് ചർച്ചിലുണ്ടായിരുന്ന കഴിഞ്ഞ ദിവസം കണ്ടു. വർഷങ്ങൾക്ക് മുമ്പേ തൃശ്ശൂരിൽ ഒരു കൺവെൻഷൻ നടന്നപ്പോൾ ആത്മവിശുദ്ധയിൽ എടുക്കപ്പെട്ട ഒരു കുഞ്ഞിൻ്റെ പേര് മീഖൽ, ഒരു മീഖലിനെ ഞാൻ ഓർക്കുന്നു. എൻ്റെ ജീവിതത്തിലൊരാൾ സ്വർഗത്തിൽ പോയി കാഴ്ചകൾ കണ്ടേച്ചു വന്നു എന്ന് പറഞ്ഞു കേൾക്കുന്ന അന്ന് ആദ്യമാണ്. ഇതെന്തുവാ ഇതെന്ന് എനിക്കറിയത്തില്ലായിരുന്നു. ഞാൻ ശരിയോ തെറ്റോ എന്ന് ഒരു വിധിയും പറഞ്ഞില്ല. കാര്യം അങ്ങനെ ആളുകൾ പോയ ചരിത്രം ബൈബിളിലുള്ളിടത്തോളം മീഖലിനെ ഞാൻ എന്തുകൊണ്ട് മാറ്റി നിർത്തണം? എനിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ആ മോള് വന്ന് പറഞ്ഞു. ഇന്നും അവൾ എറണാകുളത്ത് കർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട്. എൻ്റെ ഭർത്താവ് ഒരു പാസ്റ്ററാണ്, അദ്ദേഹത്തോട് ചേർന്ന് എനിക്ക് ഓർമ്മയുണ്ട്. പക്ഷേ ഈ ചർച്ചിലോട്ട് വന്നപ്പോൾ ആത്മവിശ്വലാണെന്ന് അറിയാൻ വയ്യാതെയാണ് ആദ്യമേ വീണത് കണ്ടത്. PC അബ്രഹാം സാറിനെയാണ്. അദ്ദേഹമാണ് ആദ്യമായി ആത്മവിശ്വയിൽ വീഴുന്നതായി ഞാൻ കണ്ടത്. ഒരുപാട് ചരിത്രങ്ങൾ കേട്ടിട്ടുണ്ട്. എന്നാൽ 1, 2, 3, 4, 5 എന്ന് പറഞ്ഞുകൊണ്ട് ഇതിനകത്ത് അനുഭവത്തിലേക്ക് മാറുന്നത് ഞാൻ കണ്ടു. മരിച്ചവർ ഉയർക്കുന്നത് കൃപയാൽ ഞാൻ കണ്ടു. കർത്താവേ, തിരുവായി കൊണ്ട് കൽപ്പിച്ച് തൃക്കരം കൊണ്ട് നിവർത്തിച്ചത് ഇത് മനുഷ്യനെ കൊണ്ട് ഒക്കുന്നതല്ല. ഇതുപോലൊരു കെട്ടിടം പണിയാൻ എന്നെ കൊണ്ടൊക്കത്തില്ല. എൻ്റെ അപ്പൻ ഇതിനാവശ്യമുള്ള, ഞാൻ ശലോമോൻ്റെ ഭാഷയിൽ പറയുകയാണ്, എൻ്റെ അപ്പൻ ഇതിനു വേണ്ടി എല്ലാം മുതൽ കൂട്ടിയതാണ്. പക്ഷെ വേറെ ഏതാണ്ട് എല്ലാം കൂടെ അങ്ങ് പ്രതീക്ഷിച്ചത് കൊണ്ട് അർഹതയില്ലാത്ത സ്ഥാനത്ത് തിരുമേനിയാണ് നിർവഹിച്ചത്, ഞാനല്ല. ഇതിനകത്തിരിക്കുന്ന ദൈവമൊക്കെ പറയാമോ എന്തെങ്കിലും ചെയ്തെടുത്തത് ദൈവമാ. കർത്താവെ, തിരുവാ കൊണ്ട് കൽപ്പിച്ചു, തിരുവാ കൊണ്ട് കൽപ്പിച്ചു, തൃക്കരം കൊണ്ടങ്ങ് നിർവഹിച്ചു. ഇന്ന് പകൽ ചിലതിനെ കുറിച്ചും കൂടെ ദൈവത്തിന് കൽപ്പനയുണ്ട്. ഇന്ന് പകൽ ചിലതിനെ കുറിച്ചും കൂടെ ദൈവത്തിന് കൽപ്പനയുണ്ട്. ഇന്ന് പകൽ ദൈവത്തിന് ചിലതിനോടും കൂടെ അരുളി ചെയ്യാനുണ്ട്. അവൻ പറഞ്ഞേച്ചു പോകുന്ന ദൈവമല്ല, തൃക്കരങ്ങളിൽ ഒതുങ്ങി നിൽക്കുന്നതിനെ പണിയുന്ന ദൈവമാ. തിരുവായി കൊണ്ട് അരുളി ചെയ്തത് തൃക്കൈ കൊണ്ട് നിവർത്തിച്ചിരിക്കുന്നു. ഇസ്രായേലിന്റെ ദൈവമായ യഹോവ വാഴ്ത്തപ്പെട്ടവൻ. എന്റെ ജനത്വം ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന നാൾ മുതൽ എന്റെ നാമം ഇരിക്കേണ്ടതിന് ഒരു ആലയം പണിയുവാൻ ഞാൻ ഇസ്രായേലിന്റെ സകല ഗോത്രങ്ങളും ഒരു പട്ടണവും തിരഞ്ഞെടുത്തില്ല. എന്റെ ജനമായി ഇസ്രായേലിന് പ്രഭുവായിരിക്കാൻ ഞാൻ ഒരുത്തിനെയും തിരഞ്ഞതുമില്ല. കഴിഞ്ഞ ഞായറാഴ്ച ഇവിടെ തൊട്ടു അസൂസ സ്ട്രീറ്റിലെ ഉണർവ് നടക്കുമ്പോൾ അന്ന് ബാംഗ്ലൂർ പരിശുദ്ധാത്മാവ് വിളിച്ചു പറഞ്ഞതാ. അന്തിമ പെന്തക്കോസ്തിന്റെ, ഇന്നത്തെ പെന്തക്കോസ്തിന്റെ ഉണർവ് ആരംഭിക്കുന്ന സമയം അസൂസ സ്ട്രീറ്റിൽ വെച്ച് റോബർട്ട് കുക്ക് എന്ന കർത്താവിന്റെ ദാസന്റെ ഭാര്യ മുഖേന ബാംഗ്ലൂരിനെ കുറിച്ച് സ്വർഗം വിളിച്ചു പറഞ്ഞതാ. പക്ഷെ ഒരു സ്ഥലം തിരഞ്ഞെടുത്തില്ല, ഒരു സ്ഥലം തിരഞ്ഞെടുത്തില്ല. കാലത്തിന്റെ പോക്കിൽ ദൈവം ഈ സ്ഥലം തിരഞ്ഞെടുത്തു, ദൈവം ഈ സ്ഥലം തിരഞ്ഞെടുത്തു. ഞാൻ ഒത്തിരി വിശദീകരിക്കുന്നില്ല, വിശദീകരിക്കാൻ ഒക്കത്തില്ല. മനുഷ്യ ചിന്തകൾക്കപ്പുറത്ത് അനേകം മടങ്ങ് അപ്പുറത്ത് സ്വർഗത്തിലെ ദൈവം തിരഞ്ഞെടുത്ത് തന്ന ഈ സ്ഥലത്തിനായി സ്തോത്രം. യെരുശലേമിനെ തിരഞ്ഞെടുത്തിട്ട് ഇന്നും അവരുടെ കയ്യിൽ അത് ഉറച്ചില്ല. അവരവിടെ താമസിക്കുന്നുള്ളത് വേറെ കാര്യം. ഇതുപോലെ തന്നെ നമ്മൾ ഉറച്ചില്ല. പക്ഷെ ഉറപ്പിക്കുന്ന ദൈവത്തിന് നന്ദി, ഉറപ്പിക്കുന്ന ദൈവത്തിന് നന്ദി. തിരുക്കരം കൊണ്ട് അന്നൊരു സ്ഥലം തിരഞ്ഞെടുത്തില്ല. ആരുടെ കൈ കൊണ്ട് ഇത് നടക്കുമെന്നും അന്ന് വിധിച്ചില്ല. ഇന്ന് പലതും നമുക്ക് മനസ്സിലായി വന്നു. യെരുശലേമിനെയും ദാവീദിനെയും പട്ടണത്തെയും സഭയെയും ഉറപ്പിച്ച ദൈവം. എങ്കിലും എൻ്റെ നാമം ഇരിക്കേണ്ടതിന് യെരുശലേമിലും എൻ്റെ ജനത്തിന് നായകനായി വാഴുവാൻ ദാവീദിനെയും
തിരഞ്ഞെടുത്തവനായ ദൈവം. 2 ദിനവൃത്താന്തം 6:10-11. അങ്ങനെ യഹോവ ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിനൊരു ആലയം പണിതിരിക്കുന്നു. ഇസ്രായേലിൻ്റെ ദൈവമായ യഹോവയുടെ നാമത്തിന് ഒരാലയം പണിതിരിക്കുന്നു. യഹോവ ഇസ്രായേൽ മക്കളോട് ചെയ്ത നിയമമുള്ള പെട്ടകം ഞാൻ അതിൽ വെച്ചിട്ടുണ്ട്. ശലോമോൻ പറഞ്ഞ്, കർത്താവേ, ആ പെട്ടകം അവിടെ എല്ലാം കൂടെ ഞാൻ വലിയ പണിത ആലയം വലുതായി എന്നല്ല പറഞ്ഞത്. ഞാൻ പണിത ആലയത്തിന് 90 അടി നീളം. അക്കാലത്ത് 90 അടിയൊക്കെ വലിയ ഭയങ്കരനാണ്. 90 അടി നീളം, പ്രത്യേക കല്ലുകൾ കൊണ്ടും മാർബിൾ കൊണ്ടും 1.5 ഇഞ്ച് ഖനമുള്ള സ്വർണത്തിൻ്റെ പാളി കൊണ്ടും നിർമ്മിക്കപ്പെട്ടതാ. അതിൻ്റെ ഒന്നും മഹത്വം പറഞ്ഞില്ല. അങ്ങ് തന്ന കൽപ്പനകൾ അടങ്ങുന്ന പെട്ടകം ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്. എനിക്ക് കഴിഞ്ഞത് അതാണ് ദൈവത്തിൻ്റെ കൽപ്പന. പിന്നെ ഇവിടെ മാത്രമേ കൽപ്പനയുള്ളൂ. 10-30 വർഷം ഈ സഭയിൽ ഉണ്ടായിരുന്ന ഒരാളിനോട് പറഞ്ഞ്, ഞാൻ പല മതങ്ങളും പഠിക്കാൻ പോവുക, അപ്പം പഠിച്ചിട്ട് കൊള്ളാവുന്ന ഒന്നും ഇവിടെ കണ്ടില്ല. ഞാൻ അതിനപ്പുറത്തോട്ടൊരു വാചകം പറയാതെ കർത്താവിനെ സൂക്ഷിക്കട്ടെ. ഞാൻ പൊതുവിവരങ്ങൾ പഠിക്കാൻ പോവാ. ഇതിനകത്ത് ഇട്ടാവട്ടത്തിനകത്തിരുന്ന് ഇത് പറയുന്നത് മാത്രം കേട്ടാൽ മതിയോ? ഇൻ്റർനെറ്റല്ലേ കിടക്കുന്നത്, വിശാലതയല്ലേ കിടക്കുന്നത്, ഇറങ്ങിപ്പോകാം. അദ്ദേഹം പറഞ്ഞ്, കർത്താവേ, എനിക്കെല്ലാം കൂടെ ക്ലെയിം ചെയ്യാനുള്ളത് അങ്ങയുടെ നിയമമുള്ള പെട്ടകം ഞാൻ ഇതിനകത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്. ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച ഇങ്ങനൊന്ന് തൊട്ടു പറഞ്ഞു. അതിനെ ശുശ്രൂഷിക്കുന്ന ഒരു കൂട്ടം ശുശ്രൂഷകന്മാർ വന്നു. അതിൻ്റെ മുമ്പിൽ സേവ ചെയ്യുന്ന ഒരു കൂട്ടം ജനം വന്നു. ഇവരെ എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടിയതോടെ ദൈവത്തിൻ്റെ ബലത്തിൻ്റെ പെട്ടകമെന്ന് പെട്ടകത്തിന് പേരായി. നിയമം പാലിക്കുന്ന ചിലത്, ദൈവിക വ്യവസ്ഥ പാലിക്കുന്ന ചിലത്, ദൈവത്തിന് വേണ്ടി നേരെ നിന്നാൽ ബലത്തിൻ്റെ പെട്ടകവുമായി നിങ്ങളിൽ ചിലർ മാറും. ഈ തലമുറയിൽ ദൈവത്തിന് വേണ്ടി നേരെ നിൽക്കുന്ന ചില മഹാന്മാരെ എഴുന്നേൽപ്പിക്കുവാൻ, ചില വലിയവരെ എഴുന്നേൽപ്പിക്കുവാൻ സ്വർഗത്തിലെ ദൈവത്തിന് കഴിയും. ഞാൻ ഒരു ഭാഗം പെട്ടെന്നൊന്ന് ഓർത്തോട്ടെ. ബേൽഷസ്സർ ചക്രവർത്തി ഒരിക്കലൊരു വലിയ വിരുന്ന് നടത്തി, ഒരു വലിയ വിരുന്ന്. ആ വിരുന്നിന് വേണ്ടി അദ്ദേഹം രാജ്യത്തെ മഹത്തുക്കളെ, 1000 മഹത്തുക്കളെ വിളിച്ചുകൂട്ടി. ഓർമ്മയുണ്ടല്ലോ പദം, 1000 മഹത്തുക്കൾ. പക്ഷേ ദാനിയേലിനെ വിളിക്കാതെ വിട്ടുകളഞ്ഞു. എടോ ബേൽഷസ്സറെ, അവനാ സാക്ഷാൽ മഹാൻ. വിശുദ്ധദേവന്മാരുടെ ആത്മാവുള്ള അവനാ മഹാൻ. അവനെ ഇല്ലാതല്ലേ നീ തോൽക്കൂടിയത്. നീ ആള് വിട്ട് വിളിപ്പിച്ചെങ്കിൽ അല്ലാതെ ഇന്നത്തെ പാർട്ടി തീരുകയില്ല. സാക്ഷാൽ മഹാൻ അവനാണ്. നീ അവനെ വിളിച്ചില്ല. ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കപ്പെട്ട ദൈവവേദനെ അടിമയായിരുന്ന ദാനിയേൽ ദൈവത്തിന് മഹാനായി മാറിയതുപോലെ ഇന്ന് പകൽക്കാലം ചിലത് ദൈവത്തിന് മഹത്വമുള്ളവരായി മാറട്ടെ. ജ്ഞാനമുള്ള ഒരു അടിസ്ഥാനം പൗലോസ് പറഞ്ഞു. ഞാൻ ജ്ഞാനമുള്ള, എനിക്ക് ലഭിച്ച ദൈവകൃപയ്ക്കൊത്തവണ്ണം ഞാൻ ജ്ഞാനമുള്ള ഒരു പ്രധാന ശില്പിയായി ഒരടിസ്ഥാനം ഇട്ടിരിക്കുന്നു. മറ്റൊരുത്തൻ മീതെ പണിയുന്നു. താൻ എങ്ങനെ പണിയുന്നുവെന്ന് ഓരോരുത്തരും നോക്കിക്കൊള്ളട്ടെ. യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല. ആ അടിസ്ഥാനത്തിന്മേൽ ആരെങ്കിലും പൊന്ന്, വെള്ളി, വിലയേറിയ കല്ല്, മരം, വൈക്കോൽ, പുല്ല് എന്നിവ കൊണ്ട് പണിയുന്നെങ്കിൽ അവനവൻ്റെ പണി വെളിപ്പെട്ടു വരും. തുടർന്ന് പഴയ നിയമത്തിലേക്ക് മടങ്ങി വരിക. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 20-21 വാക്യങ്ങളിൽ, അടിയൻ ഈ സ്ഥലത്ത് വെച്ച് കഴിക്കുന്ന പ്രാർത്ഥന കേൾക്കേണ്ടതിന് നിന്റെ നാമം സ്ഥാപിക്കുമെന്ന് നീ അരുളി ചെയ്ത സ്ഥലമായ ഈ ആലയത്തിൻ്റെ മേൽ രാവും പകലും തൃക്കൺ പാർത്തരുളണമേ. ഈ സ്ഥലത്ത് വെച്ച് പ്രാർത്ഥിപ്പാനിരിക്കുന്ന അടിയൻ്റെ ഇന്നിൻ്റെ ജനമായ ഇസ്രായേലിൻ്റെയും യാതനകളെ കേൾക്കണമേ. നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേൾക്കണമേ, കേട്ട് ക്ഷമിക്കണമേ. ഇത് ആലയത്തെക്കുറിച്ച് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ്. ഇവിടെ വന്ന് കഴിക്കുന്ന പ്രാർത്ഥന. പുതിയ നിയമത്തിലൊരാലയമല്ല, യേശുവിൻ്റെ കാൽവറിയാണ് വലുത്. കാൽവറിയുടെ ചുവട്ടിൽ നിന്ന് കഴിക്കുന്ന ഒരു പ്രാർത്ഥന. ന്യായം പാലിച്ചു തരയണമേ. ഏതൊക്കെ വിഷയങ്ങൾക്ക് വേണ്ടിയാണ് പ്രാർത്ഥിക്കേണ്ടത്? 1, ന്യായം പാലിച്ചു കിട്ടുവാൻ. 2 ദിനവൃത്താന്തങ്ങളുടെ പുസ്തകം 6-ാം അധ്യായം 22-23 വാക്യങ്ങളിൽ, ഒരുത്തൻ തൻ്റെ കൂട്ടുകാരനോട് കുറ്റം ചെയ്യുകയും അവനെ കൊണ്ട് സത്യം ചെയ്യിക്കേണ്ടതിന് കാര്യം സത്യത്തിന് വയ്ക്കുകയും അവൻ ഈ ആലയത്തിൽ നിന്റെ യാഗപീഠത്തിന് മുൻപാകെ വന്ന് സത്യം ചെയ്യുകയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് പ്രവർത്തിച്ച് ദുഷ്ടന്റെ നടപ്പിന് തക്കവണ്ണം അവൻ്റെ തലമേൽ വരുത്തി പ്രതികാരം ചെയ്യുവാനും നീതിമാന്റെ നീതിക്കൊത്തവണ്ണം അവന് നൽകി നീതീകരിപ്പാനും അടിയങ്ങൾക്ക് ന്യായം പാലിച്ചു തരയണമേ.
ഇന്ന് രാവിലെ ക്രൂശിന്റെ ചുവട്ടിൽ വന്ന് ഒന്നാമത്തെ വിഷയം പ്രാർത്ഥിക്കുവാൻ റൈറ്റുള്ളത് ഇവിടെയാണ്. എനിക്ക് ന്യായം പാലിച്ചു തരണമേ, എനിക്ക് ന്യായം പാലിച്ചു തരണമേ. അനേകരുടെ ന്യായം കിട്ടാതെ കിടക്കുമ്പോൾ, അനേകർ നിരാശയിൽ കഴിയുമ്പോൾ, സത്യമായും നീതിയായും ചെയ്തതൊന്നും ആരും കണ്ടില്ലെന്ന് പറയുമ്പോൾ ഒരു പ്രാർത്ഥന ദൈവസന്നിധിയിൽ ഉയരട്ടെ, എനിക്ക് ന്യായം പാലിച്ചു തരയണമേ. ക്രൂശിന്റെ ചുവട്ടിൽ എന്താണ് പ്രാർത്ഥിക്കേണ്ടത്? നമ്പർ 1, എനിക്ക് ന്യായം പാലിച്ചു തരയണമേ. ഇന്ന് പകൽക്കാലം ന്യായം ലഭിക്കാതെ ഇതിനകത്തിരിക്കുന്ന ദൈവ പൈതലേ, സൈന്യങ്ങളുടെ ദൈവം നിങ്ങൾക്ക് ന്യായം പാലിച്ചു തരട്ടെ. ശമൂവേൽ പ്രവാചകന്റെ അമ്മ മക്കളില്ലാഞ്ഞ കാലത്തൊരിക്കൽ ദൈവസന്നിധിയിൽ വന്നു. അവളുടെ വാ മാത്രം ചലിച്ചു കൊണ്ടിരുന്നു. അവൾ ആത്മാവിൽ സംസാരിച്ചു. ആ പുരോഹിതനത് കേട്ടില്ല. എന്താണെന്ന് മനസ്സിലാകാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, നിന്റെ വീഞ്ഞിറങ്ങട്ടെ. അവൾ പറഞ്ഞു, യജമാനനെ, അടിയനെ ഒരു നീച സ്ത്രീയായി കാണരുതേ. എൻ്റെ ഹൃദയം ദൈവസന്നിധിയിൽ പകരുകയാ. ഇന്ന് പകൽ ന്യായത്തിന് വേണ്ടി കരയുവാൻ, ഇന്ന് പകൽ നീതിക്ക് വേണ്ടി കരയുവാൻ ദൈവം അനുവദിച്ച സ്ഥലമാണ്. ദേവാലയത്തിന്റെ ഒന്നാം പ്രാർത്ഥന വിഷയം എന്റെ നീതി. എന്റെ നീതി. ഞായറാഴ്ച ഇത് കംപ്ലീറ്റ് ചെയ്യുന്നതിന് ആഗ്രഹിച്ചു, സാധിച്ചില്ല. ഈ സ്പെഷ്യൽ ഡേയ്സ് കർത്താവ് തന്നതിനായി സ്തോത്രം. 8-ാം തീയതി കഴിയാഞ്ഞത് 15-ാം തീയതിക്ക് മുമ്പേ ചെയ്യുവാൻ കർത്താവ് പ്രസാദിച്ചല്ലോ. 1, നീതി പാലിക്കുന്നവനായ ദൈവം. ബാല്യത്തിലെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഒന്നാമത്തേത് അതാണ്. 2, 6-ാം അധ്യായത്തിന് 2 ദിനവൃത്താന്തം 6:24. നിന്റെ ജനമായ ഇസ്രായേൽ നിന്നോട് പാപം ചെയ്യുക നിമിത്തം അവർ ശത്രുവിനോട് തോറ്റിട്ട് തിരിച്ച് നിന്റെ നാമത്തെ സ്വീകരിച്ചും കൊണ്ട് ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ അത് കേൾക്കണം കർത്താവേ. ഇന്ന് മകൾ എൻ്റെ പാപം നിമിത്തമാണ് സംഭവിച്ചു പോയത്. പക്ഷെ എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ തോറ്റു. മടങ്ങി വരിക, ആലയത്തിൽ മടങ്ങി വരിക, ക്രൂശിലെ ചുവട്ടിൽ മടങ്ങി വരിക. ക്രൂശെ നോക്കി പറയാം, കർത്താവേ എൻ്റെ പാപത്തിനോട് ക്ഷമിക്കണം. എൻ്റെ ജീവിതത്തിൻ്റെ പരാജയം, ഒരുപാട് പേരുടെ ജീവിതം ഇങ്ങോട്ടെടുത്താൽ പരാജയങ്ങളുടെ ഒരു സമൂഹമാണ്. അതിൽ പരാജയപ്പെട്ടു, ഇതിൽ പരാജയപ്പെട്ടു, മറ്റേതിൽ പരാജയപ്പെട്ടു, തൊട്ടതിലൊക്കെ പരാജയപ്പെട്ടു. എൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റിൽ പരാജയപ്പെട്ടു, എൻ്റെ ബിസിനസ്സിൽ പരാജയപ്പെട്ടു, എൻ്റെ സിലക്ഷനിൽ പരാജയപ്പെട്ടു, എൻ്റെ നടപ്പിൽ പരാജയപ്പെട്ടു, സഹോദരന്മാരുടെ മുമ്പിൽ പരാജയപ്പെട്ടു. കർത്താവെ, സംഭവിച്ചത് എൻ്റെ കുറ്റം കൊണ്ടാണ്. അങ്ങ് നീതിയുള്ളവനാണ്. പക്ഷെ ഞാൻ പരാജയപ്പെട്ടു. ഞാൻ മടങ്ങി വരികയാ. വേറെ എങ്ങും പോകാൻ എനിക്കില്ല, മറ്റൊന്നും ചെയ്യാൻ എനിക്കില്ല. ഞാൻ മടങ്ങി വരികയാണ്. എൻ്റെ ജീവിതത്തിൽ പരാജയപ്പെട്ടെങ്കിൽ ക്രൂശിന്റെ ചുവട്ടിൽ ഞാൻ എൻ്റെ മുട്ടുകുത്തുകയാണ്. 2, ശത്രുവിന് മുമ്പിൽ പരാജയപ്പെട്ട ഇടത്ത് പരാജയങ്ങളെ മാറ്റുവാൻ കഴിയുന്നവനായ ദൈവം ഇന്ന് പകലൊന്ന് പോക്കി ഉയർത്തട്ടെ. ഒരുപാട് പേര് ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ എന്നെ ശ്രദ്ധിക്കുന്നവർ ഈ കൂട്ടത്തിലൊക്കെ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ആലയത്തിൽ വെച്ച് നിന്റെ മുൻപാകെ പ്രാർത്ഥിക്കുകയും യാചിക്കുകയും ചെയ്താൽ കർത്താവേ, അപരാജയത്തിൽ നിന്ന് വിടുതൽ കൊടുക്കണേ. 3, നന്മ നിന്നുപോയാൽ. 2 ദിനവൃത്താന്തം 6:26 മുതൽ 27 വരെ. അവർ നിന്നോട് പാപം ചെയ്യുക കൊണ്ട് ആകാശം അടഞ്ഞു മഴ പെയ്യാതിരിക്കുമ്പോൾ അവർ ഈ സ്ഥലത്തേക്ക് തിരിഞ്ഞ് പ്രാർത്ഥിച്ച് നിന്റെ നാമം സ്വീകരിക്കുകയും നീ അവരെ താഴ്ത്തിയത് കൊണ്ട് അവർ തങ്ങളുടെ പാപങ്ങളെ വിട്ടുതിരികയും ചെയ്താൽ നീ സ്വർഗത്തിൽ നിന്ന് കേട്ട് നിന്റെ ദാസന്മാരുടെയും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെയും പാപം ക്ഷമിച്ച് അവർ നടക്കേണ്ടുന്ന നല്ല വഴി അവരെ ഉപദേശിക്കുകയും നിന്റെ ജനത്തിന് അവകാശമായി കൊടുത്ത നിന്റെ ദേശത്ത് മഴ പെയ്യിക്കുകയും ചെയ്യണമേ. കർത്താവേ, ഞങ്ങൾ ഇവിടെ വരുന്ന സമയത്ത് ലിഫ്റ്റ് ഇറിഗേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ആകാശത്തിൽ നിന്ന് പെയ്യുന്ന മഴ കൊണ്ട് കൃഷി വിളയുന്ന ഭൂമിയായിരുന്നിത്. ഞങ്ങൾ ആ നന്മ അനേക നാളുകൾ അനുഭവിച്ചു. കർത്താവേ, അത് നിന്നുപോയി. ഞങ്ങളുടെ നന്മ നിന്നുപോയി. ഞങ്ങൾ സുഖമനുഭവിച്ച നാളുകളുണ്ട്, ഞങ്ങൾ ഓടി നടന്ന കാലങ്ങളുണ്ട്. ഞങ്ങളുടെ നന്മ നിന്നുപോയി. ഇന്ന് പകൽ തിരിച്ചു വാ. ഞാൻ വീണ്ടും മഴ പെയ്യിക്കും, ഞാൻ വീണ്ടും മഴ പെയ്യിക്കും. 3-ാമത്തെ കാര്യം അതാണ്, നിന്നുപോയ നന്മകൾ. ഞാൻ ഓർക്കുന്നുണ്ട്, ഒരിക്കലൊരു കുടുംബത്തിന് വേണ്ടി ഏർലി ഇയേഴ്സ്, ആദ്യകാലങ്ങളിൽ ഏതാണ്ട് 90-കളടുത്ത്, 90-നടുത്ത്, 94-ന് മുമ്പെയാ, 90, 91, 92 ആ വർഷങ്ങളിൽ ഒന്നിൽ ഗംഗാനഗർ ചർച്ചിൽ വെച്ച് ഒരു കേഴ്സ് ബ്രേക്കിംഗ് നടക്കുമ്പോൾ ഒരു ഭയങ്കര പ്രശ്നത്തിലായിപ്പോയ ഒരു കുടുംബം പെട്ടെന്ന് വിടുവിക്കപ്പെടുന്നത് ഞാൻ കണ്ടു. ഞാനൊരു പദത്തിൽ നിന്നാണ് വരുന്നത്, നിന്നുപോയ നന്മ.
നിന്നുപോയ നന്മ തിരിച്ചു വരിക. ഞാൻ ആ കുടുംബത്തെ ഒന്ന് ഓർമ്മിപ്പിക്കാം. അവരിപ്പോഴും ബാംഗ്ലൂരിലുണ്ട്. കോണ്ടാക്ട് ചെയ്യാവുന്ന ദൂരത്തിലേ ഉള്ളൂ. ഒരു സഹോദരൻ ഒരു ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ ഹോൾഡറാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യ ഒരു ഗ്രാജുവേറ്റാണ്. അവർ രണ്ടുപേരും വിവാഹിതരായി താമസിക്കുന്നു. എനിക്ക് പേരുമൊക്കെ നല്ല ഓർമ്മയാണ്. കഴിഞ്ഞ ദിവസം അവരിവിടെ വന്നിരുന്നു. കഴിഞ്ഞ ദിവസം ഇവിടെ നമ്മുടെ ചർച്ചിൽ വീണ്ടും വന്നിരുന്നു. ഞാൻ കാണുകയും ചെയ്തു. അദ്ദേഹം എന്നോട് പറഞ്ഞ വാചകം, പാസ്റ്ററെ, ഞാനൊരു എഞ്ചിനീയറാണ്, ഒരു കമ്പനിയിൽ ജോലി ചെയ്യുക. എനിക്കൊരു മാസം കിട്ടുന്നത് 750 രൂപയാണ്. 90കളിലെ കാര്യം. എൻ്റെ ഒരു മാസത്തെ ശമ്പളം 750 ഇന്ത്യൻ രൂപയാണ്. എൻ്റെ സ്വീപ്പർക്ക് കിട്ടുന്നത് 1500 രൂപയാണ്. എനിക്ക് ഒരു വീട് തന്നിട്ടുണ്ട്, ക്വാർട്ടേഴ്സ് തന്നിട്ടുണ്ട്. ആ ക്വാർട്ടേഴ്സിൻ്റെ ഒരു ഭാഗം വേറൊരാളിന് സബ്ലെറ്റ് ചെയ്തിട്ട് അവരുടെ നിന്ന് കുറച്ച് പൈസ വാങ്ങിച്ച് അതുകൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അല്ലെങ്കിൽ 750 രൂപ കൊണ്ട് ഒരപ്പനും ഒരമ്മയും ഒരു കുഞ്ഞും കൂടെ ഈ ബാംഗ്ലൂർ പട്ടണത്തിൽ ജീവിക്കാൻ ഒക്കത്തില്ല. ഞാൻ പല പ്രാവശ്യം എൻ്റെ കമ്പനി ഓണറോട് ശമ്പളം ഒന്ന് കൂട്ടിത്തരണം, കുറഞ്ഞ പക്ഷം സ്വീപ്പർക്ക് കൊടുക്കുന്ന ശമ്പളം എനിക്കിതാ 1500 രൂപ, എനിക്കത് മതി. അയാൾ പറഞ്ഞു, ഇന്ന് സ്ഥലം വിട്ടു, കൊച്ചിന് പാലിനുള്ള കാശ് ആയിക്കോട്ടെ എന്ന് കണ്ടാ നിനക്ക് ഇത്രയും തരുന്നത്, നിന്നെ ഒന്നിനും കൊള്ളുകയില്ല, നീ കഴുതയാ, പൊയ്ക്കോളാൻ പറഞ്ഞു. എന്നാ ചെയ്യും? കഴുതയാന്നൊരു ബോധം അദ്ദേഹത്തിനും ഉണ്ടായി. എങ്ങും പാനൊക്കത്തില്ല. ആദ്യം ജനിച്ച കുഞ്ഞിന് ഹാർട്ടിന് കുറേ ഹോളും ഉണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മൾ പ്രാർത്ഥിച്ചു, ചികിത്സിക്കാൻ നിവൃത്തിയില്ല. പ്രാർത്ഥിച്ചു, ദൈവകൃപയാലെ ഹോൾ അടഞ്ഞു. രണ്ടാമതൊരു കുഞ്ഞ് ജനിച്ചു. ആ കുഞ്ഞിന് അമ്മയുടെ പാല് വലിച്ചു കുടിക്കാൻ അണ്ണാക്കില്ല, 3 ചുണ്ട. ആ കുഞ്ഞിന് പാല് കൊടുക്കണമെങ്കിൽ സിറിഞ്ചിനകത്ത് പാലെടുത്ത് കുഞ്ഞിൻ്റെ വായിലേക്ക് അടിച്ചു കയറ്റി കൊടുക്കണം, ഇല്ലാതെ പാല് കുടിക്കാനൊക്കത്തില്ല. പലർക്കും അറിയാം. ഞാനിവരെ രണ്ടുപേരെയും കൂടെ വിളിച്ച് ശാപം പൊട്ടിക്കേണ്ടതിനായി എന്താ കാരണമെന്നൊന്നും ആർക്കും അറിയത്തില്ല. ഞാൻ ഇരുവരുടെയും മേൽ കൈവച്ച് പ്രാർത്ഥിച്ചപ്പോൾ പെട്ടെന്നൊരു വിടുതലുണ്ടായി. ഇന്ന് അദ്ദേഹം 40-45,000 രൂപ ശമ്പളം വാങ്ങിക്കുന്നുണ്ട്. വളരെ മാന്യമായി. അന്ന് മാറി ജീവിതം, അന്ന് മാറി. അതൊരു ശനിയാഴ്ചയായിരുന്നു, അന്ന് മാറി അദ്ദേഹത്തിൻ്റെ ജീവിതം. ആ പെങ്കൊച്ചു പറയുന്ന ഒരു വാചകമുണ്ട്, പാസ്റ്ററെ, ഞാൻ കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ഒരു ചിത്രശലഭത്തെ പോലെ കളിച്ചു ചാടി നടന്നതാ. ഭയങ്കര ഉന്മേഷത്തോടെ സ്നേഹിതരോടുകൂടെ ചിരിച്ചു കളിച്ച് നടന്നതാ. വിവാഹവേദിയിൽ വിവാഹത്തിന് വേണ്ടി വന്നിരിക്കുമ്പോൾ, ഏത് പെൺകുട്ടിക്കും വിവാഹവേദിയിൽ വന്നിരിക്കുമ്പോൾ ഒരു ലജ്ജാശീലമുണ്ട്. അങ്ങനെ ഒരു ലജ്ജ എന്നെ മൂടി. പക്ഷെ അന്ന് മുതൽ ഇന്നു വരെ പിന്നെ എനിക്ക് ചിരിക്കാൻ ഒത്തിട്ടില്ല. ഒരു ലജ്ജയിൽ നിന്ന് നടക്കുകയായിരുന്നു. പാസ്റ്ററിൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് എൻ്റെ ആദിമകാലത്തിലേക്ക് ഞാൻ മടങ്ങി വന്നു. ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലത്ത് എനിക്കുണ്ടായ സന്തോഷം എൻ്റെ ഹൃദയത്തിൽ മടങ്ങി വന്നു. ആ സഹോദരൻ പറഞ്ഞത്, അയാൾ എഞ്ചിനീയറാണെന്ന് മറക്കരുത്. അദ്ദേഹം പറഞ്ഞത്, എന്നെ ഒരു ഹൈഡ്രോളിക് പ്രസ്സിനകത്ത് വെച്ച് പ്രസ് ചെയ്യുന്നത് പോലെ, എന്തോ പ്രസ് ചെയ്തിരിക്കുന്ന പോലെ എനിക്ക് തോന്നി. കൈവച്ച് പ്രാർത്ഥിക്കുമ്പോൾ ഐ എം റിലീസ്ഡ്. അന്ന് അയാളുടെ ജീവിതവും മാറി. അന്ന് വൈകിട്ട് ടാറ്റ കമ്പനിയിൽ ഒരു ജോലിയായി. ഞാൻ വിശദീകരണത്തിന് പോകുന്നില്ല. വിട്ടുപോയ ചില നന്മകൾ മടങ്ങി വരട്ടെ യേശുവിൻ്റെ നാമത്തിൽ. കാൽവരിയുടെ ചുവട്ടിൽ നിന്നുപോയ ചില മഴ തിരിച്ചു പെയ്യട്ടെ. ഒരു സമയത്ത് എനിക്ക് അനുഗ്രഹമായിരുന്നു, ഒരു സമയത്ത് എനിക്ക് നന്മയായിരുന്നു. എൻ്റെ ജീവിതത്തിൽ മഴ നിന്നുപോയി. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് പകൽ അനുതാപ ഹൃദയത്തോടെ മടങ്ങി വരുന്നവരുടെ മേൽ മഴ തിരിച്ചു പെയ്യട്ടെ. കർത്താവേ, ഞങ്ങളിവിടെ വരുമ്പോൾ ലിഫ്റ്റ് ഇറിഗേഷൻ വേണ്ടായിരുന്നു. ആകാശത്തെ മഴ കുടിച്ച് വളരുന്ന മണ്ണായിരുന്നു ഇത്. എല്ലാം നിന്നുപോയി മണലാരുണ്യമായി മാറി. ഞങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യണേ. അങ്ങനെ പ്രാർത്ഥിച്ചാൽ അങ്ങ് മഴ തിരിച്ചയക്കുന്ന ദൈവമാണ്. ഇന്ന് പകൽ മൂന്നാമത്തെ കാര്യം അതാണ്, നിന്നുപോയ നന്മ മടങ്ങി വരിക. 4 ഒക്കെ പ്രാർത്ഥിച്ചാൽ
വളരെ സ്പെസിഫിക്കായി ശലോമോനും ദൈവവും തമ്മിൽ ഇടപെട്ടു ആ കാര്യം വിശദീകരിക്കുക. ഇതിനപ്പുറത്തൊരായിരമേറിയ നിങ്ങൾക്ക് കാണും. ഓരോന്നിൻ്റെ 1000 ഉപവിഭാഗങ്ങൾ വീതം എടുക്കുവാൻ നിങ്ങളെ ദൈവം സഹായിക്കട്ടെ. നാം വരുന്നത് ക്രൂശിൻ്റെ അരികിലേക്കാണ്. ആ ക്രൂശിനോട് അരികിൽ വന്ന് ഇന്ന് പ്രാർത്ഥിക്കുമെങ്കിൽ ചില കുടുംബങ്ങളുടെ സമാധാനം മടങ്ങി വരട്ടെ, വ്യാധിയും ദുഃഖവും മാറട്ടെ. 2 ദിനവൃത്താന്തം 6:28 ദേശത്ത് ക്ഷാമമോ മഹാമാരിയോ വെൺകതിർ വിഷമഞ്ഞ വെട്ടിക്കിളി തുള്ളൻ എന്നിവയോ ഉണ്ടായാൽ അവരുടെ ശത്രുക്കൾ അവരുടെ പട്ടണങ്ങളുള്ള ദേശത്തിൽ അവരെ നിരോധിച്ചാൽ, വല്ല വ്യാധിയോ വല്ല ദീനമോ ഉണ്ടായാൽ യാതൊരുത്തനെങ്കിലും നിന്റെ ജനമായ ഇസ്രായേൽ മുഴുവനെങ്കിലും വല്ല പ്രാർത്ഥനയും യാതനയും കഴിക്കുകയും ഓരോരുത്തൻ താൻ്റെ വ്യാധിയും ദുഃഖവും അറിഞ്ഞ് ഈ ആലയത്തിങ്കിലേക്ക് തിരിഞ്ഞ് കൈമലർത്തുകയും ചെയ്താൽ നീ നിന്റെ വാസസ്ഥലമായ സ്വർഗത്തിൽ നിന്ന് കേട്ട് ക്ഷമിക്കണമേ. വ്യാധി ദുഃഖം വിഷമഞ്ഞ് എനിക്കൊന്ന് നിങ്ങളിൽ ആരെക്കാളും കുറയാതെ ഞാനും രോഗിയാണ്. എനിക്ക് തിരിച്ചു വരണമെന്നൊരു താല്പര്യവും ഇല്ല, എനിക്ക് ഒരു റിഗ്രറ്റും ഇല്ല. ഇഞ്ചിഞ്ചായി എൻ്റെ ആരോഗ്യവും ശരീരവും ദൈവം മുമ്പിൽ കാഴ്ചവെച്ചാണ് ഞാൻ ജീവിച്ചത്. വിശുദ്ധ പൗലോസ് പറയുന്നത് പോലെ അത് വേറൊരു മാനദണ്ഡമാണ്, വേറൊരു ലെവലാണ്. ക്രിസ്തുവിൻ കഷ്ടങ്ങളിൽ കുറവായത് തൻ്റെ സഭയാം ശരീരത്തിനു വേണ്ടി എൻ്റെ ശരീരത്തിൽ വഹിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നുവെന്ന് പൗലോസ് പറഞ്ഞ ഒരു പദം എൻ്റെ ഓർമ്മയിലുണ്ട്. ഞാനതുകൊണ്ടാണ് പറഞ്ഞാൽ ഒരിക്കലും റിഗ്രറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ 2-3 ആഴ്ചയായി ഞാൻ ചിന്തിക്കുന്ന കണ്ണിൻ്റെ കാഴ്ച പിന്നെയും കുറഞ്ഞുകൊണ്ടിരിക്കുക. കർത്താവ് ഇത് കംപ്ലീറ്റ്ലി തീരുന്നതിന് മുമ്പേ എൻ്റെ ദിനത്തിന് കൊടുക്കാനുള്ളത് പ്രിപ്പയർ ചെയ്യാൻ കൃപ തരണം. എനിക്ക് എല്ലാവരും പറയുന്നത് 100% മനസ്സിലാകത്തില്ല. ചെവിയുടെ കപ്പാസിറ്റി കുറയുക. പലപ്പോഴും ഞാൻ സംസാരിക്കുമ്പോൾ മറ്റുള്ളവർക്ക് മനസ്സിലാകുന്നു എനിക്ക് ഭയമുള്ളത് കൊണ്ട് ശാന്തമായി നിർത്തിയും വളരെ സ്ഫുടതയോ കലർത്തിയും സംസാരിക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നുണ്ട്. എനിക്കറിയാം എൻ്റെ പ്രായം മാറുകയാ, എൻ്റെ കഴിവുകൾ കുറയുകയാണ്. പക്ഷെ കർത്താവേ, അങ്ങ് ഇവിടുന്ന് മാറ്റുന്നത് വരെ എൻ്റെ ജനത്തിന് കൊടുക്കുവാനുള്ളത് അന്നൊന്ന് കൊടുക്കുവാൻ എൻ്റെ ജീവിതത്തെ ക്രമീകരിക്കണേ. പക്ഷെ നിങ്ങളുടെ കാര്യം അതല്ല, എന്നെ കേൾക്കുന്നവരുടെ കാര്യം അതല്ല. ഒരു വിഷമഞ്ഞുണ്ടായാൽ, ഒരു വെൺകതിറുണ്ടായാൽ, എവിടെയെങ്കിലും ഒരു പ്രയാസമുണ്ടായാൽ, ഒരു വ്യാധിയോ ദുഃഖമോ ഉണ്ടായാൽ, യഹോവേ അങ്ങയുടെ ക്രൂശിൻ്റെ ചുവട്ടിൽ വന്ന് അങ്ങയോട് അപേക്ഷിക്കുമ്പോൾ അങ്ങതിന് വ്യത്യാസം തരണമേ. ഇന്ന് പകല വ്യത്യാസത്തിനായി സ്തോത്രം. ചിലരുടെ ജീവിതത്തിൽ ഇന്ന് നടക്കാൻ പോകുകയാ. ദൈവം അത് ചെയ്തു തരട്ടെ. ഞാനിനി 5-ാമത്തേത് അന്യജാതിക്കാരൻ. കർത്താവേ, സഭയിൽപ്പെട്ടവനല്ല, ഒരു അന്യജാതിക്കാരനാണ്. എങ്കിലും തിരുമുമ്പിൽ വന്ന് അങ്ങയുടെ നാമത്തെ ഏറ്റുപറഞ്ഞ് അങ്ങയോട് അപേക്ഷിച്ചാൽ അവന് സ്വർഗത്തിൽ നിന്ന് അങ്ങൊരു മറുപടി കൊടുക്കണേ. ഇനി ഞാൻ ശത്രുവിൻ്റെ മുമ്പിൽ തിരിഞ്ഞ 6-ാമത്തേത്, ഞാൻ ശത്രുവിൻ്റെ മുമ്പിൽ നിന്ന് തോറ്റോടുമ്പോൾ വഴിയിൽ വെച്ചാണ് എൻ്റെ പാപം എനിക്ക് ഓർമ്മ വന്നതെങ്കിൽ, യഹോവേ അവിടെ വെച്ചേറ്റു പറഞ്ഞാൽ എന്നോട് ക്ഷമിച്ച് എനിക്ക് ജയം തരണമേ. ഞാൻ തെറ്റ് ചെയ്തു, തെറ്റിന് ശിക്ഷ ഞാൻ അനുഭവിക്കുകയാണ്. എൻ്റെ ശത്രുവിൻ്റെ മുമ്പിൽ ഞാൻ തോറ്റു. ആ ഓടുന്ന കൂട്ടത്തിൽ വഴിയിൽ വെച്ചാണ് എനിക്ക് ഓർമ്മ വന്നതെങ്കിൽ, 2 ദിനവൃത്താന്തങ്ങൾ 6:34-35 വാക്യങ്ങളിലാണ്, ഓടുന്ന വഴിയിലാണ് എനിക്ക് ഓർമ്മ വന്നതെങ്കിൽ അവിടെ വെച്ചൊരുത്തൻ തിരിഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ ഈ ആലയത്തിന് നേരെ തിരിഞ്ഞ് അവനെ കൊണ്ടിവിടെ വരാനൊക്കത്തില്ല. അവനെ ഓടുന്ന കൂട്ടത്തിൽ ഈ ആലയത്തിന് നേരെ ഒന്ന് തിരിഞ്ഞ കർത്താവേ അങ്ങയോട് പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിൽ നിന്ന് കേട്ട് അവനോട് ക്ഷമിച്ച് അവന്റെ ശത്രുവിന്റെ കയ്യിൽ നിന്ന് വിടുവിക്കണമേ. ശത്രുവിന്റെ മുമ്പിലെ പരാജയത്തിന്റെ മുമ്പിൽ ദൈവം മുമ്പിൽ വന്ന് ഏറ്റുപറയുവാൻ അവസരം ലഭിക്കുന്നവർക്കായി സ്തോത്രം. പ്രധാന ഏരിയകൾ തൊടുകയാ. 7 അന്യദേശത്ത് വെച്ച് മാനസാന്തരപ്പെട്ട് പ്രാർത്ഥിച്ചാൽ. അങ്ങനെയായിരുന്നു ദാനിയേൽ പ്രവാചകനൊക്കെ ചെയ്തത്. തൻ്റെ സ്വന്തം ബാബേലിൽ ഇരുന്നു കൊണ്ട് ആലയത്തിന് നേരെ മുഖം തിരിഞ്ഞു പ്രാർത്ഥിച്ചു. എനിക്ക് പോകാൻ ഒരു മാർഗവുമില്ല. എൻ്റെ ഇമ്പോസിബിലിറ്റീസ് ദൈവം കണക്കിലെടുക്കുന്നില്ല, എൻ്റെ പോസിബിലിറ്റീസ് ദൈവം കണക്കിലെടുക്കും. ഇന്ന് പകൽ പോസിബിലിറ്റീസും ഇമ്പോസിബിലിറ്റീസും ഒന്നുകൂടെ തൊടാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഒരു അപ്പോസ്തോലിക് പ്രോഫറ്റിക് സെക്ഷനിലേക്ക് പോകാൻ കഴിയുമെന്ന് എൻ്റെ തോന്നൽ. കഴിയുമെങ്കിൽ അതിനുവേണ്ടി റെഡി ആയിക്കോണം. ഒരു 12:45 1 മണി കഴിയുന്നതോടുകൂടെ ഒരു പക്ഷെങ്കിൽ അന്തരീക്ഷം ഒന്നുകൂടെ മാറിയേക്കാം. അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ വന്നാൽ
അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ വന്നാൽ നമ്മൾ അതും കൂടെ ചെയ്യുന്നത് കൊള്ളാമായിരിക്കും. മേ ബി അടുത്ത 10-12 മിനിറ്റിനകം അതിനും കൂടെ കർത്താവിൻ്റെ ദാസന്മാരെ ആരെയും പരിശുദ്ധാത്മാവ് നയിക്കുന്നെങ്കിൽ അവരതിനു വേണ്ടി ഒരുങ്ങണം. നമ്മൾ പ്രാർത്ഥിക്കാൻ ചില മിനിറ്റുകൾ എടുക്കും. പോസിബിലിറ്റീസ് ആൻഡ് ഇമ്പോസിബിലിറ്റീസ് എന്ന് ഒരുമിച്ച് ചേർക്കുവാൻ യേശുവിൻ്റെ കാൽവറിയിൽ 2 കള്ളന്മാർ, പാസ്റ്റർ വി എ തോമസിൽ നിന്ന് ഞാൻ കോപ്പി അടിക്കുന്നതാണ്. പാസ്റ്റർ വി എ തോമസിൻ്റെ ആശയങ്ങളാണ്. യേശുവിൻ്റെ കാൽവറിയുടെ ഇടത്തും വലത്തുമായി 2 കള്ളന്മാരെ കുരിശിച്ചിട്ടുണ്ട്. 2 പേർക്കും തുല്യ അവസരമാണ്. എൻ്റെ ഭാഷയിൽ കാണാതെ പോയതിനെ തിരഞ്ഞു രക്ഷിപ്പാനാണ് മനുഷ്യപുത്രൻ വന്നത്. ഈ 2 കള്ളന്മാരിൽ ഒരുവൻ രക്ഷയ്ക്ക് അർഹനാണ്. ഈ 2 പേരെയും തേടിയാണ് യേശു വന്നത്. നടുക്കത്തെ ക്രൂശിൽ യേശു ഉണ്ട്. ഇടത്തും വലത്തുമുള്ള 2 ക്രൂശുകളിൽ കിടക്കുന്ന 2 പേർക്കും തുല്യ അവസരമാണ് കൊടുത്തിരിക്കുന്നത്. ഒരുവൻ ഇടത്തും ഒരുവൻ വലത്തും. ഒരുവനിങ്ങനെ 2 പേരും ആദ്യമേ യേശുവിനെ പഴിച്ചു, 2 പേരും യേശുവിനെ ദൂഷിച്ചു. പാസ്റ്റർ വി എ തോമസ് പറഞ്ഞത് 2 പേരും ഒരുമിച്ച് യേശുവിനെ പരിഹസിച്ചു. അങ്ങനെ ഇരിക്കുന്ന കൂട്ടത്തിലാണ് ഒരുത്തന് മാനസാന്തരം ഉണ്ടായത്. ആരെയാ കർത്താവ് പരിഗണിക്കുന്നത്? മാനസാന്തരപ്പെട്ടവനെയാണ്. മാനസാന്തരപ്പെടാത്തവൻ ഒരു വശത്ത് കിടന്നുകൊണ്ട് വേണേ ഒഴികഴിവ് പറയാം. മാനസാന്തരപ്പെട്ടവൻ പെട്ടെന്ന് യേശുവിനോട് ഏറ്റു പറഞ്ഞു. മറ്റവന് വേണമെങ്കിൽ ഒഴികഴിവ് പറയാം. ഒന്ന് കൈകൂപ്പി അങ്ങയോട് ഒരു വാക്ക് പ്രാർത്ഥിക്കാൻ പറ്റത്തില്ല, എൻ്റെ 2 കൈയും തറച്ചു വെച്ചിരിക്കുക. ആ പാദത്തെങ്കിലൊന്ന് മുട്ടുകുത്തുവാൻ എൻ്റെ മുട്ടുമടക്കാൻ പറ്റത്തില്ല, എൻ്റെ ശരീരം മുഴുവൻ തറച്ചു വെച്ചിരിക്കുക. ഇനി ഒരു ദിവസം എനിക്കുണ്ടെങ്കിൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാമെന്ന് പറയുവാൻ ഒരു ദിവസം എനിക്കില്ല, എൻ്റെ ലാസ്റ്റ് ദിവസമാണ്. അവൻ്റെ ഇമ്പോസിബിലിറ്റീസ് മുഴുവനും അവൻ ഒരുമിച്ച് ചേർന്ന് എക്സ്ക്യൂസ് പറഞ്ഞേക്കാം. പക്ഷെ മാനസാന്തരപ്പെട്ടവൻ പറഞ്ഞു, എൻ്റെ പോസിബിലിറ്റീസ് ഞാൻ കൊണ്ടുവരികയാണ്. എൻ്റെ കൈകൾ 2 തറച്ചിരിക്കുകയാണ്. എൻ്റെ കൈ ഒന്ന് കൂപ്പി യേശുവേ എന്ന് പറയാൻ ഒക്കത്തില്ല. പക്ഷെ എൻ്റെ നാക്ക് തറച്ചിട്ടില്ല. ആ നാക്ക് കൊണ്ട് എനിക്ക് യേശുവേ എന്ന് വിളിക്കാം. എൻ്റെ ശരീരം മുഴുവനും തറച്ചു വെച്ചിരിക്കുക, മുട്ടുകുത്താൻ ഒക്കത്തില്ല. പക്ഷെ എൻ്റെ പെടലി കെട്ടിയിട്ടില്ല. എൻ്റെ തലയൊന്ന് തിരിക്കാം, യേശുവേ എന്നൊന്ന് വിളിക്കാം. എൻ്റെ കണ്ണുകൾ ചലിക്കുന്നുണ്ട്, എനിക്ക് യേശുവിൻ്റെ തിരുമുഖത്തേക്ക് നോക്കാം. എൻ്റെ ബുദ്ധി മരിച്ചിട്ടില്ല, എനിക്ക് ചിന്തിക്കുവാൻ കഴിയും. അതുകൊണ്ട് ഇതെല്ലാം കൂടെ തൻ്റെ പോസിബിലിറ്റീസിൻ്റെ ആകത്തൊക്കെ ചേർത്ത് ഒരു വിളി വിളിച്ച്, യേശുവേ അങ്ങ് രാജ്യത്വം പ്രാപിച്ചു മടങ്ങി വരുമ്പോൾ എന്നെ ഓർക്കണമേ. ഈ ഒരൊറ്റ വിളിക്ക് വേണ്ടിയാണ് യേശു കാത്തുകിടന്നത്. യേശു അത് കേട്ടേച്ച് പറഞ്ഞ്, ഇന്ന് നീ എന്നോട് കൂടെ പറുദീസയിലിരിക്കും. നമ്മുടെ ഇമ്പോസിബിലിറ്റീസ് ഒരുമിച്ച് നമുക്ക് എക്സ്ക്യൂസായി കൊണ്ടുവരാം. നമ്മുടെ പോസിബിലിറ്റീസ് ഒരുമിച്ച് ചേർത്ത് ദൈവം മുമ്പിൽ കാഴ്ചവെക്കുമോ? ഇന്ന് പകൽ അംഗീകരിക്കുന്നവനായ ദൈവം. നമ്മുടെ മേരി കോവിലെടുത്ത ദൂതിൻ്റെ ഭാഗം ഇടയ്ക്ക് വന്നിട്ടുണ്ട്. 1984 സെപ്റ്റംബർ മാസത്തിൽ സിസ്റ്റർ മേരി കോവൂർ വിളിച്ചു പറഞ്ഞ ദൂത ഞാൻ ആരംഭത്തെങ്കിൽ തൊട്ടു. എണ്ണയില്ലാതെ, തിരിയില്ലാതെ, തീയില്ലാതെ കിടന്ന വിളക്കിന് ഞാൻ എണ്ണ ഒഴിച്ചു, തിരിയിട്ടു, ചിമ്മിനി വെച്ചു, തീ കത്തിച്ചു. ഇതൊരു ദൈവപ്രവർത്തനമാണ്. ഭൂമിയിലേതു ഭാഗത്തും, ഈ കൊച്ചു ഭൂലോകത്തിൻ്റെ ഏതു ഭാഗത്തും ഉണർവുള്ള ഒരു സഭയായി ബേഥേൽ അറിയപ്പെടുവാൻ സ്വർഗം നിങ്ങളെ വളർത്തി. അനേക പ്രിയപ്പെട്ടവർ എന്നോട് പറയാറുണ്ട്, ഇതിനകത്ത് ഇന്ന് ബാംഗ്ലൂരിലുള്ളവർ തന്നെയല്ല, വിട്ടുപോയവരും, ബേഥേലിൽ കാലുകുത്തിയതാണ് എൻ്റെ ജീവിതത്തിൻ്റെ വ്യത്യാസം. ബേഥേലിൽ കാലുകുത്തിയതോടെ ഞാൻ അനുഗ്രഹിക്കപ്പെട്ടു. ലോകത്തിൻ്റെ 5 വൻകരകളിൽ നിന്നും, യാത്ര ചെയ്യുന്ന എല്ലാ രാജ്യങ്ങളിൽ നിന്നും, പട്ടണങ്ങളിൽ നിന്നും ഞാനിത് കേൾക്കാറുണ്ട്. ഞാൻ അവരോടെല്ലാം പറയാറുള്ളൊരു മറുപടിയുണ്ട്, ബേഥേലിൽ കാലുകുത്തിയിട്ട ഞാൻ അനുഗ്രഹിക്കപ്പെട്ടെ. അനുഗ്രഹിക്കുന്നവനായൊരു ദൈവം. ഇന്ന് പകൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന നല്ല സമയം കളയരുതേ, നിലം പാഴാക്കരുതേ. വിത്തും വളവും. നിങ്ങൾക്കറിയാമോ, മലയാളി കമ്മ്യൂണിറ്റിയിൽ നിന്ന് ഒരുമാതിരി ഉണർവിൽ ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്ന സഭകൾ, അല്ലാത്തതിനെ ഒരു ബ്രാക്കറ്റിൽ മാറ്റിവെച്ച് ഒരുമാതിരി ഉണർവിൽ ജീവിക്കണമെന്ന് താല്പര്യപ്പെടുന്ന ഒരു കമ്മ്യൂണിറ്റി അവരുടെ സഭയിൽ ശുശ്രൂഷിക്കാൻ ശുശ്രൂഷകന്മാരെ വിളിക്കുമ്പോൾ ബേഥേലിൽ ശുശ്രൂഷിച്ചിട്ടുള്ള ആളാണോ എന്ന് അന്വേഷിക്കാറുണ്ട്. എല്ലാ ദിവസവും വിളിച്ച് ചോദിക്കാറുണ്ട്. ഉപദേശ സംബന്ധമായ ഒരു വിഷയം
ആത്മാവിലൊരു തീരുമാനം എടുക്കേണ്ടി വരുമ്പോൾ ഓരോ ദിവസവും അനേക കോളുകൾ ഇന്നും എനിക്ക് കിട്ടാറുണ്ട്. ഇന്നതിനെന്താ തീരുമാനം, ഇന്നതിന് എന്തു വേണം. ഫലവത്തായ ഒരു മണ്ണിൽ സ്വർഗം നിങ്ങളെ കൊണ്ട് നട്ടു. ഫലവത്തായ ഒരു മണ്ണിൽ ദൈവം നമ്മളെ ഒരുമിച്ചാക്കി. ഇതിനകത്തൊന്ന് പതിര് പുറത്തു വന്നാൽ അത് ക്ഷന്തവ്യമല്ല, ചുട്ടുകളകയായിരിക്കും അറ്റം. ഇന്ന് പകൽ ദേവാലയത്തിൽ വന്ന് എന്തിനെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും? 6-7 കാര്യങ്ങൾ നമ്മൾ എടുത്തു ചിന്തിച്ചു. ഇന്ന് പകൽ ദൈവസന്നിധിയിൽ ഒന്ന് കരയുവാൻ, ഹൃദയങ്ങളെ തന്നെ കീറിക്കൊണ്ട് ദൈവത്തോട് അടുക്കുവാൻ, എൻ്റെ ബലഹീനതകൾ ഇന്നതായിരുന്നു കർത്താവേ എന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് ദൈവം മുമ്പിൽ വരുവാൻ നമ്മെ തന്നെ ഒന്നുകൂടെ നമുക്ക് സമർപ്പിക്കാം. ഞാനിവിടെ കൊണ്ട് നിർത്തുവാൻ കർത്താവിൻ്റെ കൃപയിൽ ശരണപ്പെടുന്നു. എല്ലാ കണ്ണുകളും ഒന്ന് അടയാം.